നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. നവകേരള സദസ്സിനെതിരെയും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെയും UDF പ്രത്യക്ഷ സമരങ്ങളോ ചാവേർ ആക്രമണങ്ങളോ പ്രഖ്യാപിച്ചതായി അറിയില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ കയ്യിൽ കരിങ്കൊടി ഏന്തി എവിടെയെങ്കിലും പതിയിരുന്ന് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചാടി വീഴുന്നത് സമരമാണോ, ആക്രമണമാണോ, ആത്മഹത്യാ ശ്രമമാണോ? കേരളത്തിലെ സർവകലാശാലകളിൽ BJPക്കാരെ കുത്തിനിറയ്ക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ഇടത് സംഘടനകൾ ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ചതായി അറിവുണ്ട്. അപ്പോൾ കരിങ്കൊടി ഉയർത്തി SFI ഗവർണർക്ക് നേരെ പ്രതിഷേധിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാരെ പോലെയാണെന്ന് കോൺഗ്രസ് പറയുന്നത് ശരിയാണോ? SFIയുടെ സമരത്തെ ചാവേർ ആക്രമണമായി കാണാൻ ആകുമോ? ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് കണ്ട കാഴ്ച അത്യന്തം വിചിത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ മാർച്ച് നടത്തുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ചാടിയ യൂത്ത് കോൺഗ്രസ്സുകാരെ ഗൺമാൻ നേരിട്ടു എന്നതാണ് കാരണം. VIP-കളുടെ ഗൺമാന്മാർക്ക് നേരെ ഇത്തരം സമരങ്ങൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ടോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ആരുടേതാണ് സമരം, ആരുടേതാണ് ആക്രമണം? ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ VPP മുസ്തഫ, എന്താണ് ഈ സമരങ്ങൾ, ചാവേർ ആക്രമണം, അതുപോലെ ഇപ്പോൾ നടക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെയുള്ള ചാടി വീഴൽ, SFIയുടേതായി ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രതിഷേധങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കുന്നത്? കോൺഗ്രസ് അതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് ഇതിനകം തന്നെ വന്നിട്ടുണ്ടല്ലോ, അവരുടെ പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് നിങ്ങൾ ആ സമരങ്ങളെ, അവർ പറയുന്നത് സമരങ്ങളാണെന്നാണ്, അതിനെ കാണുന്നത്? യാതൊരു ദിശാബോധവുമില്ലാത്ത, രാഷ്ട്രീയ ഉള്ളടക്കവുമില്ലാത്ത ഒന്നായിട്ട് കേരളത്തിലെ കോൺഗ്രസ് മാറിപ്പോയിരിക്കുകയാണ്. എങ്ങനെയാണ് വർത്തമാനകാല സാഹചര്യങ്ങളെ നേരിടേണ്ടത്? അതിലെന്തായിരിക്കണം തങ്ങളുടെ തന്ത്രം, അടവ്? എന്തായിരിക്കണം ഉയർന്നു വരുന്ന വിവിധ വിഷയങ്ങളിലുള്ള നിലപാട്? ഇതൊന്നും രൂപപ്പെടുത്താൻ കഴിയുന്ന ദൈക്ഷണിക ശേഷിയുള്ള, സംഘടനാ പാടവമുള്ള, ദിശാബോധമുള്ള ഒരു നേതൃത്വം കേരളത്തിലെ കോൺഗ്രസിനില്ല. അതിൻ്റെ അങ്ങേയറ്റത്തെ ചീഞ്ഞ മുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നവകേരള സദസ്സ് ബഹിഷ്കരിക്കണം. ആ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം തന്നെ അപക്വമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ UDFന് എന്താണ് സമകാലിക സാഹചര്യം എന്ന് മനസ്സിലാക്കി തന്ത്രപരമായ അടവ് സ്വീകരിക്കുന്നതിൽ പറ്റിയ പാളിച്ചയാണ് ബഹിഷ്കരണം. ഏതായാലും ബഹിഷ്കരണം അവർ പ്രഖ്യാപിച്ചതാണ്. ബഹിഷ്കരണം പ്രഖ്യാപിച്ചാൽ ആ വഴിക്കങ്ങ് പോവുക. അവർ ബദൽ പരിപാടിയും നിശ്ചയിച്ചു. അവരുടെ മണ്ഡലം തലങ്ങളിൽ UDFന്റെ വിചാരണാ സദസ്സുകൾ അതങ്ങ് നടത്തുക. പക്ഷേ ഇവിടെ ലാൽ ചോദിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് നവകേരള സദസ്സിനെതിരെ ഒരു സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇന്നേ വരെ. ഇപ്പൊ നവകേരള സദസ്സ് തുടങ്ങിയിട്ട് ഒരു മാസം പൂർത്തിയാകാൻ പോവുകയാണ്, ഒരു 4 ദിവസം കൂടി കഴിഞ്ഞാൽ. ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഞങ്ങൾ ഒരു സമരം, ഇതാ നവകേരള സദസ്സിനെതിരെ ഇന്നതാണ് മുദ്രാവാക്യം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഇന്ന മുദ്രാവാക്യം വെച്ച് ഞങ്ങൾ സമരം നടത്തും എന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. നവകേരള സദസ്സ് തുടങ്ങുന്ന സമയത്ത് പഴയൊരു പ്രസിഡന്റാണ് യൂത്ത് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അതിൻ്റെ പ്രയാണത്തിനിടയിൽ പുതിയ പ്രസിഡന്റും വന്നു. പക്ഷേ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം, സമരമുണ്ടോ പ്രഖ്യാപിച്ചിട്ട്? അപ്പൊ പിന്നെ എന്താ ഈ നടക്കുന്നത്? അതിനെ സമരം എന്ന് വിളിക്കാൻ പറ്റുമോ? അപ്പൊ നടക്കുന്നത് എന്താ? ഒരുതരം ആഭാസമല്ലേ? എങ്ങനെയെങ്കിലും നവകേരള സദസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യതയെ, അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധയെ അടർത്തി മാറ്റുന്നതിന് വേണ്ടി ആസൂത്രിതമായി, നേരത്തെയുള്ള ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ ഒരുതരം സിൻഡിക്കേറ്റിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, SFI സമരം പ്രഖ്യാപിച്ചു. ഗവർണർക്കെതിരെ ബഹിഷ്കരണം മാത്രമല്ല, ഗവർണറെ കരിങ്കൊടി കാണിക്കും, ഞങ്ങൾ സമരം ചെയ്യും. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ
ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 4 മണി മുതൽ ഗവർണർ ആ ക്യാമ്പസിലെത്തിയ 7-7:30 മണി വരെയും അവിടെ 3-3.5 മണിക്കൂർ, അല്ലാതെ 5 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ ഒരു വാഹനം പോകുമ്പോൾ അതിന്റെ മുന്നിലേക്ക് ചാടി വന്ന് 1-2 ആളുകൾ ചാവേറിനെ പോലെ ഒരുതരം ആത്മഹത്യാ സ്ക്വാഡിനെ പോലെ ചെയ്യുന്ന ഒന്നല്ല. മുൻകൂട്ടി പ്രഖ്യാപിച്ചു. ഗവർണർ തന്നെ ആർക്കെതിരെയാണോ സമരം പ്രഖ്യാപിച്ചത് ആ ഗവർണർ തന്നെ ചാലഞ്ച് ഇന്ന് രാവിലെയും അദ്ദേഹം ചാലഞ്ച് പ്രഖ്യാപിച്ചു. അവിടെ 4 മണി മുതൽ 7-7:30 വരെ 100 കണക്കിന് വിദ്യാർത്ഥികൾ സംഘടിച്ച് സമരം ചെയ്തില്ലേ? ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ, ഒരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ. സമരം ചെയ്യേണ്ടവർ സമരം ചെയ്തു. ഗവർണർ അദ്ദേഹത്തിന്റെ വഴിയിലൂടെയും വന്നു. ഇതല്ലേ ഒരു ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ രീതിശാസ്ത്രം? അങ്ങനെയല്ലേ അതിനുള്ള ദൈക്ഷണികമായ ഒരു നേതൃത്വം നൽകേണ്ടത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈക്ഷണികമായ നേതൃത്വമില്ല, സംഘടനാപരമായ ശേഷിയില്ല, രാഷ്ട്രീയമായ ദിശാബോധമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പിഴച്ചു പോകാൻ വേണ്ടി നല്ല സ്വീകാര്യതയുള്ള നവകേരള സദസ്സിനും അതിൻ്റെ ചാമ്പ്യനായ മുഖ്യമന്ത്രിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ചില പേക്കൂത്തുകൾ കാണിച്ചാൽ ഒരല്പം മാധ്യമ ശ്രദ്ധ കിട്ടും എന്നുള്ളത് കൊണ്ട് ജീവിച്ചു പോകാം എന്ന് കരുതുന്ന ഒരുതരം നീചമായ തരംതാണ പ്രവർത്തനമാണ് ദൗർഭാഗ്യവശാൽ ഡോക്ടർ മുസ്തഫ. അപ്പോൾ നവകേരള സദസ്സാണോ ഈ ആക്രമണത്തിൻ്റെ ഒക്കെ പിന്നിൽ? ഈ സമരമെന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതിയുടെ പിന്നിൽ നവകേരള സദസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഒരു സ്വീകാര്യതയാണ് എന്ന് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും കരുതുന്നത്? തീർച്ചയായിട്ടും. നിങ്ങൾ നോക്കൂ, ഇവിടെ 41 മണ്ഡലങ്ങളിൽ UDFന്റെ MLA-മാരാണ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് നല്ല തിരിച്ചുവരവ് കേരള ജനത പ്രഖ്യാപിച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഭൂരിപക്ഷം ആളുകൾ UDFനെ സ്വീകരിച്ച മണ്ഡലമാണല്ലോ ലാലെ ആ 41 മണ്ഡലം. ആ 41 മണ്ഡലത്തിലെ LDFനെ തോൽപ്പിച്ചു വന്ന UDFന് നല്ല ഭൂരിപക്ഷം കൊടുത്ത ആ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ അവരുടെ MLA-മാരും ആ മണ്ഡലങ്ങളിലെ UDFന്റെ ആളുകളും ബഹിഷ്കരിച്ചിട്ട് പോലും മാറി നിന്നിട്ട് പോലും അത്തരം മണ്ഡലങ്ങളിൽ പോലും ഉണ്ടായ സ്വീകാര്യം നോക്കൂ. ഞാൻ പറയാം, ഞങ്ങളുടെ ജില്ലയിൽ കാസർഗോഡ് നിന്ന് ഇത് തുടങ്ങിയ ദിവസം ആദ്യത്തെ 2 കേന്ദ്രങ്ങളും UDFന്റെ 2021 വിജയം മാത്രമല്ല, പരമ്പരാഗത ശക്തി കേന്ദ്രമല്ലേ മഞ്ചേശ്വരവും കാസർഗോഡും. തുടർച്ചയായി അവർ ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലങ്ങൾ. ആ 2 മണ്ഡലങ്ങളിലെയും ലീഗിന്റെ MLA-മാർ ബഹിഷ്കരണത്തിന്റെ ഭാഗമായി മാറി നിന്നു. പക്ഷെ ഉദ്ഘാടന ദിവസം മഞ്ചേശ്വരത്ത് പോലും ആ 2 മണ്ഡലങ്ങളിലും ലാലെ നിങ്ങൾ കാണേണ്ടത് ഈ കേരളത്തിൽ വോട്ടിംഗ് നിലയിൽ LDF 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ 2 മണ്ഡലവും. ആ 2 മാത്രമേ നമ്മൾ തുടർച്ചയായിട്ട് 3-ാം സ്ഥാനത്തുള്ളൂ ഇടതുപക്ഷം. ആ 2 മണ്ഡലങ്ങളിലുമാണ് അഭൂതപൂർവമായ ജനക്കൂട്ടം, ആരെയും അത്ഭുതപ്പെടുത്തുന്ന ജനക്കൂട്ടം, പ്രത്യേകിച്ച് സ്ത്രീകൾ. ആ 2 മണ്ഡലങ്ങളിലെയും ജനസംഖ്യാപരമായ ഡെമോഗ്രാഫിക് പാറ്റേൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ മുസ്ലിം ജനസംഖ്യ, അതിലെ മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ കൂട്ടത്തോടെയല്ലേ മഞ്ചേശ്വരത്തും കാസർഗോട്ടും വന്നു നിന്നത്. അതിൻ്റെ ആ പ്രവണത തുടർച്ചയായിട്ട് ഈ പത്തനംതിട്ട വരെ നമ്മൾ കാണുകയല്ലേ. ഇത് തന്നെയാണ് കണ്ണ് തുറപ്പിച്ചത് അവർ വല്ലാതെ കണ്ണ് തള്ളിപ്പോയിരിക്കുകയാണ്, വല്ലാതെ കെട്ടുപോയിരിക്കുകയാണ്. UDF ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ട് പോലും അവരുടെ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ലഭിക്കുന്ന സാക്ഷാൽ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം, മുഖ്യമന്ത്രി ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഈ വിമർശനങ്ങൾ ഉയർന്നു വന്ന് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ നമുക്ക് പറവൂര് കാണാമെന്ന്. അങ്ങനെ പറവൂരെത്തിയപ്പോൾ ഉള്ള അവസ്ഥ എന്താ? അവിടെ പോലും തുടർച്ചയായിട്ട് VD സതീശൻ ജയിച്ചു വരുന്ന കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിട്ടുള്ള പറവൂരിൽ പോലും എന്തൊരു വലിയ ആൾക്കൂട്ടമായിരുന്നു. അപ്പൊ പിന്നെ നവകേരള സദസ്സ്, അതിന്റെ സ്വീകാര്യത, ആ നവകേരള സദസ്സിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആദർശം, ആശയങ്ങൾ, അത് 2 മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണന. 2, കേരള സർക്കാർ ഈ പരിമിതികൾക്കിടയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനപരവും ജനക്ഷേമപരവുമായ പ്രവർത്തനങ്ങൾ. ഇത് തന്നെയാണ്. അപ്പൊ ഇത് വലിയ നിലയിൽ ഈ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിനു പകരം ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം എന്താ? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്, ഇത് തന്നെയാണ് അവരുടെ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്നുള്ളത് പഴയ പ്രയോഗമാണ്. 2-നും ഇപ്പം മരുന്നുണ്ട്, പക്ഷെ UDFകാര് പഴയ നിലപാടിലാണ് ഉള്ളത് എന്നുള്ളതാണ് ലാലെ. ശ്രീകുമാർ, അപ്പോ നവകേരള സദസ്സ് ഈ രീതിയിൽ മികവ് പുലർത്തി ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ, ഒരാഴ്ചക്കപ്പുറം വരുന്ന ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ശനിയാഴ്ചയോടുകൂടി തീരുകയാണ് നവകേരള സദസ്സ്. അപ്പോൾ
അതിൻ്റെ ഒരു വിജയം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് വരെ പകുതി കഴിഞ്ഞിട്ടും എവിടെയും കോൺഗ്രസ്സിന് യു ഡി എഫിനൊക്കെ ഒരു സമരം നടത്തിപ്പോലും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറാൻ സാധിച്ചില്ല എന്നുള്ളിടത്താണ് ഇനിയും കാത്തു നിൽക്കാൻ പറ്റില്ല, അസൂയയ്ക്കും കഷ്ണിക്കും മരുന്നില്ല എന്നുള്ള ഒരു പ്രയോഗമാണ് ഡോക്ടർ മുസ്തഫ പറഞ്ഞതെങ്കിലും അതിനുമപ്പുറം ഇനി ഒന്നും കാത്തു നിൽക്കാൻ സമയം ബാക്കിയില്ല എന്നുള്ളത് കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാർ ഈ രീതിയിൽ ഇറങ്ങിത്തിരിക്കുന്നു. ഈ നവകേരള സദസ്സിലേക്ക് വരുന്ന മന്ത്രിമാരുടെ വണ്ടിക്ക് നേരെ എടുത്ത് ചാടുന്നു. എന്ത് ചെയ്യണം അപ്പോൾ? ഗൺമാനും പോലീസുകാരും ഒക്കെ എന്ത് ചെയ്യണം? അവർ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ അവർക്കെതിരെ അവരുടെ വീട്ടിലേക്ക് ആണിപ്പോൾ മാർച്ച്. ഇന്ന് വൈകുന്നേരം കണ്ട കാഴ്ച അതാണ്. ഇതൊക്കെ എവിടെ കേട്ട കാഴ്ചകളാണ്? ഡോക്ടർ ലാൽ, ഇന്ന് നവകേരള സദസ്സിൻ്റെ 29 ദിവസമായി. ഈ 29 ദിവസവും നമ്മൾ ചാനലുകളൊക്കെ കണ്ടതും പത്രങ്ങളിലൊക്കെ വായിച്ചതും അടിയും പിടിയും ബഹളവുമാണ്. ഒരിടത്ത് പോലും ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ചതായിട്ട് ഒന്നും നമ്മൾ കേട്ടില്ല. പിന്നെ നമ്മുടെ സുഹൃത്ത് ശ്രീ VPP മുസ്തഫയുടെ പറഞ്ഞതുപോലെ MLA മാർക്കൊക്കെ പറയാൻ അവസരം കിട്ടി. അത് മട്ടന്നൂരിൽ KK ശൈലജയ്ക്ക് വിമർശനം കേട്ടു, കോട്ടയത്ത് ചാരികാടൻ MP-ക്ക് വിമർശനം കേട്ടു, നാട്ടികയിലെ CPI-യുടെ മുകുന്ദൻ MLA-ക്ക് വിമർശനം കേട്ടു. എന്ത്, ആളെ കൂട്ടിയില്ല, അല്ലെങ്കിൽ പ്രസംഗിച്ചില്ല, അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ് നവകേരള സദസ്സിന്റെ കാര്യം. ഇത് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ കാലിക്കറ്റ് സർവകലാശാലയുടെ അതിഥി മന്ദിരത്തിൽ ഗവർണർ എത്തിക്കഴിഞ്ഞു. കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ SFI-ക്കാരെ അവിടെ ഇങ്ങ് കണ്ടില്ലെന്ന് അദ്ദേഹം പരിഹസിക്കുകയാണ്. കാലേ കുത്തി അറസ്റ്റ് വരിച്ചു എന്നാണ് ഇത് ചാനലിൽ നിന്ന് കേൾപ്പിച്ചത്. ഈ ഗവർണർക്ക് സംരക്ഷണം കൊടുക്കുന്നത് ആരാ? പിണറായി വിജയന്റെ പോലീസല്ലേ? ഈ SFI-ക്കാരോട് ഇങ്ങനെ സമരം ചെയ്യാൻ പറയുന്നത് ആരാ? പിണറായി വിജയന്റെ പാർട്ടി. എന്തൊരു വിരോധാഭാസമല്ല അല്ലെ നമ്മുടെ നാട്ടിൽ കാണുന്നത്? ഈ കുട്ടികൾ ഇങ്ങനെ കിടന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് ഗവർണറെ തടയുന്നൊക്കെ പറയുമ്പോൾ ഈ പോലീസുകാരെ കൊടുക്കുന്നത് ആരാ? എല്ലാവർക്കും സംരക്ഷണം. ഇപ്പൊ പോലീസിന്റെ കാര്യം കഷ്ടമാണ്. ഗവർണർക്ക് സംരക്ഷണം കൊടുക്കണം, മുഖ്യമന്ത്രിക്ക് സംരക്ഷണം കൊടുക്കണം, ഗവർണറുടെ ഗൺമാന് സംരക്ഷണം കൊടുക്കണം, ഗവർണറുടെ എസ്കോർട്ട് പോലീസുകാരന് സംരക്ഷണം കൊടുക്കണം, ഒരു പരിധി വരെ SFI-ക്കാർക്കും സംരക്ഷണം കൊടുക്കണം. അപ്പൊ ഈ നവകേരള സദസ്സ് 2 ദിവസം കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സമാധാനമാകും. കാരണം മന്ത്രിമാർ നെടുവീർപ്പിടും അന്ന് അവസാനിച്ച് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്ക് അറിയാം ഇത് വെറുതെ ഒരു പാഴ്വാക്ക്, ഒരു പാഴ് സഞ്ചാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഏത് ജനത്തിന് എന്ത് ഗുണം കിട്ടി? അവസാനം മുഖ്യമന്ത്രി പറഞ്ഞു ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണെന്ന്. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ശ്രീ മുസ്തഫ. ജനസമക്ഷം നവകേരള സദസ്സ്, ജനകീയ സദസ്സ്, പരാതി പരിഹാര സദസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയാ പരാതി പരിഹരിക്കാനല്ല സദസ്സ് നടത്തിയത്. എന്തിനാണ് സദസ്സ് നടത്തിയെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു പാർട്ടിയാണ് ഇന്ന് കേരളത്തിലെ CPM എന്ന് നമുക്ക് പറയുമ്പോൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ കേരളത്തിലെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രാഷ്ട്രീയമല്ല കടന്നു വരുന്നത്. എന്തൊക്കെയോ ഒരു കെട്ടുകാഴ്ചകൾ കാണുന്ന ഒരു സുഖമാണ്. കാരണം മുഖ്യമന്ത്രി ഇന്നും പറയണം 29 ദിവസം കഴിഞ്ഞു, ജനങ്ങളെല്ലാവരും നമ്മളുടെ ഒപ്പം ചേരുന്നു എന്നൊക്കെ. ജനങ്ങൾ ചേരുന്ന വെച്ചാൽ പൊതുസമ്മേളനത്തിന് ആളെ കൂട്ടാം. CPM-ന് അവർ വലിയ സംഘടിത ശക്തിയാണ്. പക്ഷെ അതുകൊണ്ട് ഗുണമില്ലല്ലോ. ഇത് ഗവർണർ ഇന്ന് എന്താ പറഞ്ഞത്? കേരളത്തിന്റെ ഖജനാവ് കാലിയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ SFI-ക്കാരെ ഇളക്കി വിടുന്നത്. ചീഫ് സെക്രട്ടറി പറഞ്ഞു കേരളത്തിൽ പെൻഷൻ കൊടുക്കാൻ പണമില്ല. ഗവർണർ പരിഹസിക്കുകയാണ് ഒരു മുഖ്യമന്ത്രിയെ. ഭരണഘടനാപരമായ അധികാരത്തിലിരിക്കുന്ന ഭരണത്തലവൻ ഭരണകർത്താവായ മുഖ്യമന്ത്രിയെ പരിഹസിക്കുകയാണ് പരസ്യമായിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പോലീസിന്റെ അകമ്പടിയോടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുക. ഇപ്പുറത്താണെങ്കിൽ SFI-ക്കാർ റോഡിൽ നിന്ന് സമരം ചെയ്യുക. ഇത് എന്തിനാണ്? ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? എത്ര ചെലവാണ് ഈ സുരക്ഷയ്ക്ക് വേണ്ടി ഗവൺമെന്റ് കളയുന്നത്? അപ്പൊ ഈ ഒരു സാഹചര്യത്തില് നവകേരള സദസ്സ് എന്നുള്ള നമ്മളെ വീട് അത് പൊളിഞ്ഞ് പാളീസായി. ശ്രീകുമാർ, അത് ഇത്ര പൊളിഞ്ഞ് പാളീസായി, അത് വല്ലാത്ത മോശം നിലയിൽ ഒരു ഗുണവും ജനങ്ങൾക്കുണ്ടാക്കാത്ത, താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു വളരെ മോശം പ്രതികരണം ജനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമ്മേളനമായി, ഒരു സദസ്സായി അത് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഇങ്ങനെ പതിയിരുന്ന് ഈ എല്ലാ സ്ഥലത്തും പോയി ഈ വണ്ടിക്ക് മുന്നിലേക്ക് എടുത്ത് ചാടുന്നത്? അവിടെ ഇത്രയും അവരുടെ ഒരു ആരോഗ്യം പോലും നോക്കാൻ അവർ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഇത്തരത്തിലൊരു സമരം എന്നാണല്ലോ പറയുന്നത് അതിനെക്കുറിച്ച്, അങ്ങനെ ഒരു രീതിയിൽ ഒരു പ്രകടനം നടത്തുന്നത് എന്തിനാണ്? ഈ ഡോക്ടർ ലാലും നമ്മുടെ സുഹൃത്ത് മുസ്തഫയും
CPM-ന്റെ മുഖപത്രം മാത്രം വായിക്കുന്നതിന്റെ കുഴപ്പമുണ്ട്. തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രി കരിങ്കൊടി കാണുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ പ്രസിഡന്റും പ്രഖ്യാപിച്ചു, പഴയ പ്രസിഡന്റും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം വരെ കരിങ്കൊടി കാണുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അത് പ്രതിഷേധമല്ലേ? കണ്ണൂരിലെ അവരെ ആക്രമിക്കപ്പെട്ടപ്പോൾ, അതായത് ചെടിച്ചട്ടി കൊണ്ട് ആക്രമിച്ചിട്ട് രക്ഷപ്പെടുത്തിയല്ലോ, അതിനുശേഷമാണ് ആ സമരം ഇത്ര രൂക്ഷമാകാൻ കാരണം. ഇന്ന് നോക്കൂ ഡോക്ടർ ലാൽ, ഒരു 2 കാലുമില്ലാത്തൊരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി, 2 കാലുമില്ല അദ്ദേഹത്തെ പോലീസ് കരിങ്കൊടി പ്രകടനം നടത്തിയതിന് തൂക്കിയെടുത്ത് കൊണ്ടുപോയി. അതിന്റെ പിന്നിൽ നിന്ന് വന്ന് ചവിട്ടുന്ന ഒരു DYFI-കാരൻ, പോലീസ് എടുത്തുകൊണ്ട് പോകുന്ന ആളുടെ പിന്നിൽ നിന്ന് ചവിട്ടുന്നു. എന്നിട്ട് ഈ DYFI-കാരാണല്ലോ പൊതിച്ചോറുകളൊക്കെ കൊടുക്കുന്നത്, അല്ലേ? കഷ്ടം, മഹാകഷ്ടം എന്നേ ഈ പറയാനുള്ളൂ. കരിങ്കൊടി കാണിക്കുകയായിരുന്നു എങ്കിൽ നേതാവിനെ- കരിങ്കൊടി പ്രതിഷേധം നടത്തുന്ന മറ്റൊരു സംഘടനയെ നമ്മൾ കണ്ടല്ലോ, SFI. ഇന്നിപ്പോ കണ്ടല്ലോ, പോലീസുകാർ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെ ഈ നിമിഷവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തേഞ്ഞിപ്പാലം ക്യാമ്പസിൽ നിന്ന് എടുത്തു മാറ്റാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. കുറേ പേരെ എടുത്തുകൊണ്ട് പോയി, സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ. ഇപ്പോൾ അവിടെ കുട്ടികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ആ കരിങ്കൊടി പ്രകടനത്തിൽ നിന്ന് മാറ്റാൻ പോലീസുകാർ പെടുന്ന പാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാരുടെ കാര്യത്തിൽ. അവിടെ 2-3 പേർ നേരത്തെ അതിനെ സിൻഡിക്കേറ്റ് ആസൂത്രിതമായ നീക്കം, വളരെ കുറച്ച് പേർ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്നാണ് ഡോക്ടർ മുസ്തഫ നേരത്തെ അതിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു പരിപാടി എങ്ങനെയാണ് സമരം എന്നൊക്കെ പറയുക? ഡോക്ടർ ലാലെ, നമ്മുടെ ഈ പോലീസിന്റെ ലാല് പറഞ്ഞ കഴിവുകൾ തന്നെയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. കാരണം തിരുവനന്തപുരത്ത് ഗവർണറുടെ വാഹനവ്യൂഹം പോകുമ്പോൾ 3 സ്ഥലത്ത് SFI-കാർ കരിങ്കൊടി കാണിച്ചു എന്നാണ് ഗവർണർ പറഞ്ഞത്. കാറിലിടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഗവർണറുടെ കാറിലിടിക്കണമെങ്കിൽ കാറിന്റെ മുമ്പിലേക്ക് എത്തണമല്ലോ. അത് ആത്മഹത്യാ ശ്രമം ഒന്നായിട്ട് യൂത്ത് കോൺഗ്രസ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം സമരവീര്യമുള്ള സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. സ്വന്തം ആരോഗ്യം അവർ നോക്കില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സ്വന്തം ആരോഗ്യം നോക്കാതെയാണ് അവർ സമരം ചെയ്യുന്നത്. പോലീസ് സംരക്ഷണയിലാണ് SFI-കാർ ഇപ്പൊ സമരം ചെയ്യുന്നത്. കാരണം അവർക്ക് പോലീസ് സംരക്ഷണമുണ്ട്, ഭരിക്കുന്ന പാർട്ടിയല്ലേ. അതുപോലെയല്ല യൂത്ത് കോൺഗ്രസ്. പക്ഷെ തിരുവനന്തപുരത്തെ SFI-കാർ ഗവർണറുടെ മുമ്പിലേക്ക് എടുത്ത് ചാടി. അപ്പൊ അതിന് നിങ്ങൾക്കൊന്നും പറഞ്ഞില്ല. അത് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ചാടിയെന്ന് ചോദിച്ചാൽ അതൊരു സമരമാർഗമാണ്. അത് CPM അംഗീകരിച്ചാണ് പണ്ട്. ഇന്ന് അവർ അംഗീകരിക്കുന്നില്ല. ഇന്ന് കരിങ്കൊടി സമരം CPM അംഗീകരിക്കുന്നില്ല. ആ സമരം അത് സമരമാണോ എന്നുള്ളത് ഡോക്ടർ മുസ്തഫ പറയട്ടെ. പക്ഷെ അതാണോ യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പിന്തുടരുന്ന രീതി? തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ ഉണ്ടായ SFI-യുടെ ഒരു സമര രീതിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും പിന്തുടരാൻ ആഗ്രഹിക്കുന്നത് എന്നാണോ ശ്രീകുമാർ പറഞ്ഞു വരുന്നത്? അല്ല, SFI-യുടെ സമരരീതി എന്തിനാ യൂത്ത് കോൺഗ്രസ് പിന്തുടരുന്നത്? യൂത്ത് കോൺഗ്രസിന് അവരുടേതായ സമരരീതി ഉണ്ട്. അവരും 3-4 പേരെ എല്ലാ ജംഗ്ഷനിലും ഒരു കരിങ്കൊടി കാണിക്കുന്നു. കരിങ്കൊടി എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ആണ്, പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്, അല്ലാണ്ട് മുൻകൂട്ടി തീരുമാനിക്കുന്നതല്ലോ. അത് കരിങ്കൊടി കാണിക്കും. അത് എല്ലാ സമരവും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മന്ത്രി രാജീവേ, അദ്ദേഹം ഇതുപോലെ സമരം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഷർട്ടൊക്കെ കീറിയ ചിത്രം ഇപ്പോഴും നിങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്, കൈരളി അടക്കം പ്രചരിപ്പിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹത്തെ രാജീവ് ആത്മഹത്യം ചാടിയെന്നോ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിട്ടൊന്നുമില്ല. അതൊരു സമരമാർഗമാണ്. ശ്രീകുമാർ, താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്, താങ്കൾ ഒരു കോൺഗ്രസ് സഹയാത്രികനാണ്, വളരെ മുതിർന്ന വളരെ പക്വതയായി കാര്യങ്ങൾ കാണുന്ന ഒരാളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നോക്കൂ, ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരം എന്ന് താങ്കൾ പറയുന്ന ഈ പരിപാടിയിൽ ഇത്രയും ദിവസം 29 ദിവസമായിട്ട് അത് നടക്കുന്നുണ്ടാകുമല്ലോ. ഈ പറയുന്ന 29 ദിവസം നവകേരള സദസ്സ് കാസർഗോഡ് നിന്ന് തുടങ്ങി, മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി ഇങ്ങനെ വരുന്നു. യൂത്ത് കോൺഗ്രസും അവിടെ ഇവിടെയായിട്ട് കുത്തിയിരിക്കുന്നു, ഇടയ്ക്ക് ചാടി വീഴുന്നു. എന്താണ് അവരുടെ മുദ്രാവാക്യം? അവരുടെ ആവശ്യം എന്താണ്? അവർ എന്താണ് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു സമരം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നേതാക്കൾ വന്നു നിന്ന് കരിങ്കൊടി പ്രകടനമാണെങ്കിൽ കരിങ്കൊടി വീശി കാണിക്കുമ്പോൾ ഒരു പ്രസംഗമൊക്കെ നടത്തി കാര്യങ്ങൾ ജനങ്ങളോട് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാകണമല്ലോ. അതിന് പകരം ഇതൊരു സർക്കസ് പരിപാടി പോലെ ചാടി വീഴുക എന്നൊക്കെ പറയുമ്പോൾ പോലീസ് ഇടപെടില്ലേ? ഗൺമാൻ വരില്ലേ? അവിടെ പങ്കെടുക്കുന്ന നേതാവിൻ്റെ വൈകല്യങ്ങളെക്കുറിച്ചോ അവരുടെ ദൗർബല്യങ്ങളെക്കുറിച്ചോ അവർ നോക്കിയായിരിക്കുമോ പ്രതികരിക്കുക? ചാടി വീഴില്ലേ? രക്ഷിക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാരും ഇറങ്ങിത്തിരിക്കില്ലേ? അവർ ചാടി വീട് രക്ഷിക്കാൻ ശ്രമിക്കില്ലേ? അതിനെയൊക്കെ നിങ്ങളിങ്ങനെ എടുത്ത് ഫോട്ടോ ഒക്കെ കൊടുത്ത് ആക്രമിച്ചു, കണ്ടില്ലേ, വികലാംഗനായ ഒരു ജനറൽ സെക്രട്ടറിയെ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നത് പോലും ഇതിലൊരു സെന്റിമെന്റ്സ്, സിമ്പതി പിടിച്ചു പറ്റുക എന്നുള്ളത് മാത്രം ലക്ഷ്യമാക്കുന്നത് കൊണ്ടല്ലേ? അല്ല, ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ചാനലിലാണ് ലാലിരിക്കുന്നത് ആലോചിക്കണം അങ്ങനെ പറയുന്നത്. 2 കാലും നഷ്ടപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് കരിങ്കൊടി കാണിച്ചതിന്
അദ്ദേഹത്തെ പോലീസ് തൂക്കിയെടുക്കുക. ആ പോലീസ് തൂക്കിയെടുക്കുമ്പോൾ പിന്നിൽ നിന്ന് പോയി ചവിട്ടുക. ഇതാണോ ഡിവൈഎഫ്ഐയുടെ സംസ്കാരം? ഇത് മുതിർന്ന മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവും. പിന്നെ ലാല് പറഞ്ഞൊരു കാര്യം, കാസർഗോഡ് നിന്ന് ഇവിടം വരെ തുടങ്ങിയല്ലോ, അതിനിടയ്ക്ക് UDF-നുണ്ടായ മുന്നേറ്റത്തെ കുറിച്ച് ലാല് മറക്കണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഞാൻ തൃശ്ശൂരാണ് ഇരിക്കുന്നത്. 30 വർഷത്തിന് ശേഷം മഹാരാജാസ് പോളിടെക്നിക് SF-യുടെ കയ്യിൽ നിന്ന് പോയി. മന്ത്രി കെ രാധാകൃഷ്ണന്റെ മണ്ഡലമായ ചേലക്കരയിലെ പോളിടെക്നിക്ക് 29 വർഷത്തിന് ശേഷം SF-യുടെ കയ്യിൽ നിന്ന് പോയി. തൃശ്ശൂർ നഗരത്തിലെ നെടുപുഴ വനിതാ പോളിടെക്നിക്കിന്റെ ചെയർമാൻ സ്ഥാനം SF-യുടെ കയ്യിൽ നിന്ന് പോയി. എങ്ങനെ പോയി ഇതൊന്നും മനസ്സിലായില്ലേ? പാലക്കാട് ജില്ലയൊക്കെ മനസ്സിലായില്ലേ? KSU ക്യാമ്പസുകളിൽ നിന്നും SF എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്? പിടിച്ചു പുറത്താക്കുകയല്ലേ കുട്ടികളെ? എന്താ അത് കാണുന്നില്ലേ? അതാണ് നവകേരള സദസ്സിലെ KSU-യും യൂത്ത് കോൺഗ്രസും ചെയ്ത സമരത്തിന്റെ ഏക ഗുണഫലം. ഇപ്പൊ ഞാൻ കാണുന്ന അതാണ്. അവരെ പുറത്താക്കാനുള്ള ഒരു അവസരമായിട്ട് തന്നെ കാണുന്നു. അത് നടന്നിരിക്കുന്നു. ശരി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 17 സീറ്റിൽ 6 സീറ്റ് LDF-ന് UDF പിടിച്ചെടുത്തു. അതാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന്റെ ഫലം. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ N. ശ്രീകുമാർ, ശ്രീ A. സജീവൻ, നോക്കൂ, എന്താണ് കോൺഗ്രസ് നേടിയത്, UDF നേടിയത്, യൂത്ത് കോൺഗ്രസ് നേടിയത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കണ്ടില്ലേ? കോൺഗ്രസ് എന്ത് നേടി എന്നുള്ള ചോദ്യം, നവകേരള സദസ്സ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ ഈ പറയുന്ന ചാവേർ ആക്രമണം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഈ പരിപാടിയിലൂടെ നേടിയത് കുറേ പോളിടെക്നിക്കുകൾ, ചില കോളേജുകൾ, ചില പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ വിജയം, ഈ ലാഭം കാണുന്നില്ലേ എന്നാണ് ശ്രീ N. ശ്രീകുമാറിനെ പോലെ ഒരാൾ ചോദിക്കുന്നത്. താങ്കൾക്ക് അത്ഭുതമാണോ, ഞെട്ടലാണോ, അതോ ഒരു വികാരവും ഇല്ലേ? ഇതൊക്കെ കണ്ട് ശീലിച്ചോ? ലാല്, ഞാൻ ഇതില് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഒന്നും പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ ശ്രീകുമാർ ഞാൻ പറയും അത് എന്റെ രാഷ്ട്രീയ താല്പര്യമാണ്. അതൊന്നുമല്ല, എനിക്ക് അങ്ങനെ പ്രത്യേക രാഷ്ട്രീയ താല്പര്യമേ ഇക്കാര്യത്തിലില്ല. ശ്രീകുമാർ പറഞ്ഞതിനോട് യോജിക്കണം എന്നാണ് എന്റെ താല്പര്യം. ഇവിടെ ഒരു കാര്യമുള്ളത്, കുറച്ച് ദിവസം മുമ്പേ, ഏതാണ്ട് 4-5 ദിവസം മുമ്പേ കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗം നടന്നിരുന്നു. അവർ കഴിഞ്ഞ കുറച്ചു കാലത്തെ രാഷ്ട്രീയ കാലാവസ്ഥ പരിശോധിച്ചിട്ട് UDF-ന്റെയും LDF-ന്റെയും പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി. അതായത് നവകേരള സദസ്സ് തുടങ്ങിയതിന് ശേഷം UDF-ന്റെ പ്രവർത്തനങ്ങൾ, UDF-ന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ, അതായിരുന്നു അവരുടെ യോഗത്തിൽ വിലയിരുത്തിയത്. അതിൽ പറഞ്ഞ കാര്യം, വളരെ ദയനീയമായിട്ടുള്ള പ്രകടനമാണ് UDF-ന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഈ രീതിയിലൊന്നുമല്ല. നവകേരള സദസ്സിൽ സർക്കാരിന്റെ ചെലവിൽ തന്നെ LDF-ന് അനുകൂലമായിട്ടുള്ള നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അവരുടെ വാക്കുകളാണ് കോട്ട് ചെയ്യുന്നത്. ഇവിടെ അതിനെ കൃത്യമായിട്ട് ചെറുത്തു തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു നടപടിയും UDF-ന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. ഇന്നലെ പറയുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് രണ്ടിന്റെയും നേട്ടങ്ങൾ മനസ്സിലാവുമല്ലോ. നവകേരള സദസ്സിൽ ഉണ്ടാവുന്ന കാരണം ഇപ്പറയുന്ന രൂപത്തിൽ, ഇപ്പൊ നേരത്തെ മുസ്തഫ പറഞ്ഞ പോലെ 41 MLA-മാരുടെ മണ്ഡലങ്ങളിലും അവിടെ LDF-ന്റെ രാഷ്ട്രീയം ആണ് പൂർണ്ണമായിട്ടും പറയുന്നത്, ഒരു സംശയമില്ല. ശ്രീകുമാർ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇതൊന്നും ഞാൻ വിചാരിക്കില്ല. രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കാനുള്ളൊരു അവസരം നഷ്ടപ്പെടുത്താനുള്ള എന്തെങ്കിലും തന്ത്രം UDF നടപ്പാക്കേണ്ടിയിരുന്നു. അത് നടപ്പാക്കാൻ പ്രഖ്യാപിച്ചൊരു കാര്യം, അതാണ് ലീഗിന്റെ വിലയിരുത്തലിന്റെ പ്രധാനപ്പെട്ട കാര്യം. വിചാരണ സദസ്സുകളിലൂടെ UDF-ന്റെ വിചാരണ സദസ്സ് സംസ്ഥാന സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ പ്രവർത്തനം വളരെ മോശമാണ്. അവരുടെ മുദ്രാവാക്യം അനുസരിച്ച് ഇത് സർക്കാരല്ല കൊള്ളക്കാർ എന്ന് പറയുന്ന രീതിയിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നടത്തിയ വിചാരണ സദസ്സ് എങ്ങനെ എത്ര കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന രൂപത്തിൽ സംഘടിപ്പിക്കാൻ പറ്റി എന്നതിനെ കുറിച്ച് ഞാനല്ല പറയുന്നത്, മുസ്ലിം ലീഗാണ്. അത് വേണ്ടത്ര വിജയിച്ചില്ല. ഈ വിചാരണ സദസ്സുകൾ സംഘടിപ്പിക്കുന്നതിൽ വലിയ പാളിച്ചകൾ ഉണ്ടായി. UDF-ന് നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഓരോ തെരഞ്ഞെടുപ്പിലെയും ജയവും പരാജയമൊക്കെ അതെങ്ങനെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞു നടക്കുന്നില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എങ്ങനെ വരുമെന്നതിന്റെ കാര്യം നമുക്ക് അറിയില്ല. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് ആലപ്പുഴ മാത്രമാണല്ലോ LDF-ന് കിട്ടിയത്. ഇപ്പൊ രണ്ടാമത് പറയുന്ന കേരള കോൺഗ്രസിന്റെ വരവോട് കൂടിയിട്ടുള്ള രണ്ടാമത്തെ സീറ്റ് അത് കൂട്ടേണ്ടതില്ല.
അത് UDF കണക്കിൽ തന്നെ പെടുത്താം. 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് മുൻതൂക്കം ഉണ്ടാകും എന്നതിനെ കുറിച്ച് മലയാള മനോരമ ന്യൂസ് നടത്തിയിട്ടുള്ള സർവേയിൽ അവര് സ്വാഭാവികമായിട്ടും LDF സഹായിക്കാൻ ശ്രമിക്കില്ല എന്നുള്ള കാര്യമാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയാണ് എങ്കിൽ അവര് പറയുന്നത് പോലും പഴയ 19 അല്ല, വളരെ കുറയും. 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷുവറായിട്ടുള്ള സീറ്റ് UDF അനുകൂലമാണ് കൂടുതലായിട്ട് പറയുന്നത്. പക്ഷേ ചില ആടിക്കളിക്കുന്ന സീറ്റുകൾ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് കണ്ണൂര്, വടകര തുടങ്ങിയിട്ടുള്ള സീറ്റുകളൊക്കെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ LDF വലിയ നേട്ടമാണ്. എന്തായാലും പഴയ 1 പറയുന്നത്, ഏറ്റവും കുറഞ്ഞ 4. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരുടെ സർവേയിൽ അവർ തന്നെ ജനങ്ങളോട് ചോദിച്ച, അവർ കണ്ടെത്തിയിട്ടുള്ള വോട്ടർമാരോട് ചോദിച്ച ചോദ്യം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യനായ ആൾ ആരാണെന്ന്. ഈ നവകേരള സദസ്സ് തുടങ്ങിയതിന് ശേഷം ആണ് ഈ സാധനം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ പറയേണ്ടിരുന്ന പേര്, ഞാൻ ആഗ്രഹിച്ച പേര് VD സതീശന്റെ പേര് പറയുന്നതാണ്. പക്ഷെ VD സതീശന്റെ പേര് ഏറ്റവും അവസാനത്തിലാണ് വരുന്നത്. 1-ാം സ്ഥാനത്ത് പിണറായി വിജയൻ, 2-ാം സ്ഥാനത്ത് ശശി തരൂര്. അങ്ങനെ എങ്ങനെയാ വേണ്ടത്? VD സതീശന് മുൻപിലൊന്നും ഇല്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇത് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം ഞാൻ പറയില്ല. എന്റെ അഭിപ്രായം അല്ലാതെ പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ വിലയിരുത്തലും മലയാള മനോരമ ന്യൂസിന്റെ വിലയിരുത്തലും അനുസരിച്ച് ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പൊ നവകേരള സദസ്സിന് ഇനി എന്റെ അഭിപ്രായം ഇതുവരെയുള്ള കാര്യത്തെക്കുറിച്ച് നിഷ്പക്ഷമായിട്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളില്ല പറയട്ടെ, നവകേരള സദസ്സ് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വലിയ നേട്ടം സർക്കാരിന് പറയാനുള്ള, LDF പറയാനുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കാനുള്ള ഒരവസരമായി കിട്ടി. അവിടെ ഈ കരിങ്കൊടി പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന രൂപത്തിൽ നേരത്തെ ഈ ശ്രീകുമാർ പറഞ്ഞത് ഇത് ഈ ചോദ്യമായിട്ട് ബന്ധപ്പെടാത്തൊരു കാര്യമാണ്. ശ്രീകുമാർ പറഞ്ഞു പിണറായി സർക്കാരിന്റെ പോലീസാണ് ഗവർണർക്ക് സംരക്ഷണം കൊടുക്കുന്നത്, പിണറായി സർക്കാരിന്റെ പാർട്ടിയാണ് പിണറായിയുടെ പാർട്ടിയാണ് ഈ സമരം ചെയ്യാൻ SFIക്കാര് രംഗത്തിറക്കുന്നത്. ഇതെന്തൊരു വിരോധാഭാസം എന്ന് പറഞ്ഞു. SFIക്കാരല്ല, CPMകാർ, DYFIക്കാരല്ല, CPMകാർ തന്നെ സമരം ചെയ്താലും LDF സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഗവർണർക്കോ അല്ലെങ്കിൽ അതേപോലുള്ള ആൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ചുമതല അത് പൂർണ്ണമായിട്ട് സർക്കാരിൻ്റെതാണ്. ഇതിന് UDF ആണെങ്കിലും ഇങ്ങനെയാണ്. KSUക്കാർ സമരം ചെയ്താലും യൂത്ത് കോൺഗ്രസ്സുകാർ സമരം ചെയ്താലും അവിടെ UDF ആണ് ഭരിക്കുന്നതെങ്കിൽ ഗവർണർക്ക് സംരക്ഷണം കൊടുത്തേ മതിയാവും. കാരണം അത് വലിയ ഭരണഘടനാ സ്ഥാപനമാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്താണ്, അദ്ദേഹം തെരുവിലിറങ്ങി കാണിക്കുന്ന എന്താണെന്നുള്ളതൊന്നല്ല പ്രശ്നം. ഇത്ര അടിസ്ഥാനപരമായ കാര്യം ശ്രീ A. സജീവൻ വിശദീകരിച്ച ഈ കാര്യം അപ്പോ ശ്രീ N. ശ്രീകുമാറിന് അറിയാത്തത് കൊണ്ടല്ല, ഇത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി ഒന്ന് പറഞ്ഞു നിൽക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു പോകുന്നു എന്നതിനപ്പുറം ഈ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെയല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം? ശ്രീ ഡോക്ടർ VPP മുസ്തഫ, പക്ഷെ അതിനിടയിലും കിട്ടുന്ന സ്ഥലത്തൊക്കെ N. ശ്രീകുമാറിനെ പോലുള്ളവരൊക്കെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? നവകേരള സദസ്സിൽ അവിടെ ഇവിടെ ആയിട്ട് കേൾക്കുന്നത് മുഴുവൻ അടിയും പിടിയും ബഹളമാണ്. ഇത് ആണ് അവർക്ക് ഇന്നത്തെ ദിവസം നോക്കുക, എല്ലാ ദിവസവും മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതൊക്കെ എല്ലാ ചാനലുകൾക്കും കൊടുക്കേണ്ടി വരുന്നുണ്ട്. അവർക്ക് നിരാശയോടുകൂടിയാണെങ്കിലും മാധ്യമങ്ങൾക്ക് അതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഒരു ഭാഗത്ത് ഗവർണറുണ്ട്, അവിടെ പ്രതിഷേധിക്കുന്ന SFI ഉണ്ട്, മറ്റൊരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ ഗവൺമെൻറ് വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നതുണ്ട്. ശരിയാണ്, N. ശ്രീകുമാർ നോക്കിയപ്പോൾ നവകേരള സദസ്സ് മാത്രമല്ല, ഇടയ്ക്ക് അവിടെ അടിയുണ്ട് പിടിയുണ്ട്. പറഞ്ഞുകൂടെ അവർക്കിങ്ങനെ? ശ്രീകുമാർ ചേട്ടൻ ധരിച്ച കണ്ണടയുടെ പ്രശ്നമാണ് ലാലെ. ശ്രീകുമാർ ചേട്ടൻ ആ കണ്ണട വെച്ചിട്ട് നവകേരള സദസ്സ് നോക്കാനാണ് വിചാരിച്ചത്. പക്ഷെ അദ്ദേഹം കണ്ടത് ഇവിടെ ശ്രീ സജീവൻ വിശദീകരിച്ചതുപോലെയുള്ള ഈ UDF വിചാരണ സദസ്സാണ്. കാരണം UDF വിചാരണ സദസ്സിൽ ആളില്ല, അത് പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ കണ്ണട മാറ്റിയാൽ മതി. കണ്ണട മാറ്റിയാൽ അദ്ദേഹത്തിന് നവകേരള സദസ്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ മാറും. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നമില്ല. കാരണം അദ്ദേഹം പ്രതീക്ഷിച്ചത് അങ്ങനെയാണ്, നവകേരള സദസ്സ് ആളില്ലാതെ പൊളിഞ്ഞ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ വന്നിട്ട് അവിടെ ഇവിടെയും 1-2 കൊടി കാണിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം അതായിട്ട് അത് മാറും, അതിന് ശ്രദ്ധ കിട്ടില്ല എന്നാണ്. പക്ഷെ നേരെ തിരിച്ചാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലതുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കണ്ണട മറ്റേത് കണ്ടതുകൊണ്ട് ഈ ആളില്ലാത്ത വിചാരണ സദസ്സ്, UDF വിചാരണ സദസ്സുണ്ട്.
നിങ്ങൾ നോക്കൂ, ശ്രീ സജീവൻ സൂചിപ്പിച്ച തന്നെയാണ് ഞാനും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സമരത്തിൽ എന്തേ കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ട് യൂത്ത് ലീഗുകാർ വരാത്തത്, MSFകാർ വരാത്തത്? ഇപ്പം നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോൾ മലപ്പുറം ജില്ല കടന്നുപോയില്ലേ? ആ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിനും MSFനും നല്ല സ്വാധീനമുണ്ടല്ലോ, യൂത്ത് ലീഗിന് എവിടെയും പ്രശ്നം ഉണ്ടായില്ലല്ലോ. കാസർഗോഡ് ജില്ലയിൽ ഞാൻ പറഞ്ഞല്ലോ, കാസർഗോഡും മഞ്ചേശ്വരവും മണ്ഡലങ്ങൾ ലീഗിൻ്റെ നിർണായക സ്വാധീനമാണ്. അവിടെ ഒരു യൂത്ത് ലീഗും കരിങ്കൊടി കാണിച്ചില്ലല്ലോ, ഒരു MSFും കരിങ്കൊടി കാണിച്ചില്ലല്ലോ. അപ്പോൾ എന്താണ് ഇപ്പോൾ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾ കഴിഞ്ഞു. ശ്രീ PJ ജോസഫിൻ്റെ നാടുൾപ്പെടെയാണ്, മോൻസ് ജോസഫിൻ്റെ നാടുൾപ്പെടെയാണ്. കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു കഷ്ടം UDFിൻ്റെ കൂടെ അവരുടെ നേതൃത്വത്തിലുണ്ടല്ലോ, അവരാരും കാണിച്ചില്ലല്ലോ. പിറവം മണ്ഡലത്തിൽ പോയി, ആകെ TM ജേക്കബിൻ്റെ പാർട്ടിയുടെ ബാക്കിയുള്ളത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ പിറവത്താണ്. അവിടെ ഈ അനൂപ് ജേക്കബിൻ്റെ പാർട്ടിക്കാർ കരിങ്കൊടി കാണിച്ചില്ലല്ലോ. ഈ CP ജോണിൻ്റെ ഒരു കഷ്ടം നിങ്ങളുടെ കൂടെയുണ്ട്. CP ജോണിന് സ്വാധീനമുള്ള ഒരു 4 ആളുള്ളിടത്ത് ആരും CP ജോണിൻ്റെ പാർട്ടിക്കാർ കരിങ്കൊടിയുമായിട്ട് വന്നില്ലല്ലോ. LDF ഒരുമിച്ചിട്ടാണ് ഉള്ളത്. LDFിൻ്റെ 20 മന്ത്രിമാരും ഒരുമിച്ചിട്ടാണ് ഈ നവകേരള സദസ്സിൽ പോകുന്നത്. ഇടതുപക്ഷം ഒന്നാകെയാണ് ആ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്തേ UDFിൻ്റെ ഭാഗമായിട്ട് അതുപോലെ ഒരുമിച്ച് ഇതിന് വരാത്തത്? നിങ്ങൾ പ്രഖ്യാപിച്ചതുപോലെ ഇത് ഒരു സമരമാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഇടയിൽ തന്നെ കിടക്കുകയാണ് എങ്ങനെയാണ് ഈ നവകേരള സദസ്സിനെയും അതിൽ മുന്നോട്ട് വെക്കുന്ന നിലപാടുകളെയും നേരിടേണ്ടത്. അതില്ലാത്തതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം. നിങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമായ ദൈക്ഷണിക നേതൃത്വമോ സംഘടനാ ശേഷിയോ ഇപ്പോഴത്തെ KPCCയുടെ പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഇല്ല ശ്രീകുമാറെ. നിങ്ങളത് സമ്മതിക്കൂ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ഇപ്പൊ ഗൺമാൻ അടിച്ചു മർദ്ദിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നു. പക്ഷെ അതുപോലും നിങ്ങൾക്ക് സമൂഹത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കഴിയാത്തത് എന്തുകൊണ്ടാ? കെ സുധാകരന്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഇന്നലെ തൊട്ട് വീണ്ടും വൈറലായല്ലോ. 1993 കണ്ണൂർ ജില്ലയിൽ അദ്ദേഹം DCC പ്രസിഡന്റായിരിക്കുമ്പോൾ നാൽപ്പാടി വാസു എന്ന് പറയുന്ന CPIMന്റെ ഒരു പ്രവർത്തകനെ വെടിവെച്ചു വന്നു. ആരാ വെടിവെച്ചു വന്നത്? സുധാകരന്റെ ഗൺമാൻ. എന്നിട്ട് എന്താ സുധാകരൻ അതിനെ ന്യായീകരിച്ചത്? ഗൺമാന്റെ കയ്യിൽ തോക്ക് കൊടുത്തത് വെടിവെക്കാനാണ്, കാക്കയെ പായിക്കാനല്ല. ആ പ്രസംഗം ഇപ്പോഴും കിടക്കുകയാ. UDF ആണ് കേരളം ഭരിക്കുന്നത്. UDF കേരളം ഭരിക്കുമ്പോൾ ശ്രീ K കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അന്നത്തെ കണ്ണൂർ DCC പ്രസിഡന്റ് ഗൺമാനെ ഉപയോഗിച്ച് ഒരു CPIM പ്രവർത്തകന് ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല, ഒരു സമരവും ഉണ്ടായിട്ടില്ല. അവരിലവിടെ DCC പ്രസിഡന്റ് നയിച്ചുപോയ ജാഥ, ലാലെ ആ ജാഥയുടെ പേര് തന്നെ ബഹുതമാശയാണ്, അക്രമവിരുദ്ധ ജാഥ. അക്രമവിരുദ്ധ ജാഥ നടത്തിയിട്ടാണ് ആ ജാഥയുടെ നായകന്റെ ഗൺമാൻ ഒരു CPM പ്രവർത്തകനെ വെടിവെച്ച് കൊന്നത്. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്, ഗൺമാന് തോക്ക് കൊടുത്തത് വെടിവെക്കാനാണ്, കാക്കയെ പായിക്കാനല്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഇവിടെ ഈ പോലീസുകാരുടെ കാര്യങ്ങൾ പറഞ്ഞു. 2011 ഒക്ടോബറിൽ കോഴിക്കോട്ട് വെസ്റ്റ് ഹില്ലിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, ആ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിൽ സമരം ചെയ്ത SFI പ്രവർത്തകർക്ക് നേരെ അന്നത്തെ കോഴിക്കോട്ടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഒരു രാധാകൃഷ്ണപിള്ള അദ്ദേഹത്തിന്റെ കൈത്തോക്കുമായിട്ട് പാഞ്ഞെടുക്കുന്നു, നേരെ വെടിവെക്കുകയാണ്. പോലീസ് മാനുവൽ അനുസരിച്ചിട്ട് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ആദ്യം ആകാശത്തേക്കാണ് വെടിവെക്കേണ്ടത്. ആ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് നോക്കൂ ശ്രീകുമാർ, നല്ല കണ്ണട വെച്ചിട്ട്. അതിൽ നേരിട്ട് ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ 4 റൗണ്ട് ഈ രാധാകൃഷ്ണപിള്ള വെടിവെക്കുക, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. അതില് അന്ന് നേതൃത്വം കൊടുത്തത് സഖാവ് P. ബിജു. ശ്രീകുമാർ ഇന്നില്ല ദൗർഭാഗ്യവശാൽ. കഴിഞ്ഞ കോവിഡ് സമയത്ത് കോവിഡ് ബാധിച്ച് ആ യുവ നേതാവ് മരിച്ചുപോയി. അന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഭിന്നശേഷിക്കാരനാ ശ്രീകുമാറെ. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് P. ബിജു ഭിന്നശേഷിക്കാരനായിരുന്നു. ഭിന്നശേഷിക്കാരനായ ആ വിദ്യാർത്ഥി നേതാവ് നേതൃത്വം കൊടുത്ത സമരത്തിന് നേരെയാണ് വെടിവെച്ചത്. വെറുതെ ലാത്തി കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ കൈകൊണ്ടോ ഒന്ന് തള്ളി മാറ്റുകയോ തലോടുകയോ അല്ല, വെടിവെക്കുകയാ ചെയ്തത്. ഭിന്നശേഷിക്കാരനായിരുന്നു ബിജു. നിങ്ങളിപ്പോ മറ്റൊരു ഭിന്നശേഷിക്കാരന്റെ കാര്യം പറഞ്ഞല്ലോ, എടുത്തുകൊണ്ടുപോയതേ ഉള്ളൂ. അയാളുടെ നേരെ വെടിവെച്ചില്ല, അയാളെ പോലീസ് ലാത്തി കൊണ്ടടിച്ചില്ല. പക്ഷേ ഭിന്നശേഷിക്കാരനായ P. ബിജുവിന്റെ നേരെ 2011 ഒക്ടോബറിൽ രാധാകൃഷ്ണപിള്ള നടത്തിയ നിങ്ങളുടെ പോലീസ്, എന്നിട്ട് അദ്ദേഹവും അതിനെ ന്യായീകരിച്ചു. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവുണ്ടായതുകൊണ്ടാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെച്ചത് എന്ന്. അതിന് നേതൃത്വം കൊടുത്ത ഭിന്നശേഷിക്കാരനായ P. ബിജുവിനെ, അന്നത്തെ SFI സ്റ്റേറ്റ് പ്രസിഡന്റിനെ അതിഭീകരമായിട്ട് പോലീസ് ലോക്കപ്പിലിട്ട് മർദ്ദിക്കുകയാണ് ചെയ്തത്. എടുത്തുകൊണ്ടുപോവുകയല്ല ചെയ്തത്, ലോക്കപ്പിലിട്ട് മർദ്ദിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള അനുഭവം. ഡോക്ടർ മുസ്തഫ, ഇതൊക്കെ ആണെങ്കിലും 1-2 സീറ്റുകളൊക്കെ ഈ പഞ്ചായത്തിൽ പിടിച്ചിട്ടുണ്ട് UDF. അതൊരു ലാഭമായി തന്നെ കാണും. ഇത്രയും പ്രവർത്തിച്ചതിൻ്റെ, വിയർപ്പൊഴുക്കിയതിൻ്റെ ഒരു ഫലമാണ് എന്ന് N. ശ്രീകുമാർ പറഞ്ഞു. അത്
അല്ല ഞാൻ പറയുന്നത് അങ്ങനെയെങ്കിലും സമാശ്വസിക്കാൻ അവർക്ക് വകുപ്പില്ലെങ്കിൽ വലിയ പിന്നെ ദുരന്തത്തിൽ അവർ ചെന്നുപെടും. കേരളം BJPക്ക് ഇനി അക്കൗണ്ട് തുറക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇപ്പൊ ശ്രീകുമാർ പറയുന്നത് കേട്ടാൽ അവർ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവുകയാണ്. അദ്ദേഹം ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ പിന്നെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സമരം ചെയ്യുന്നത്? SFI ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സമരം SFI മാത്രമല്ല ഇന്ന് നടത്തിയത് ശ്രീകുമാർ. ഇന്ന് തിരുവനന്തപുരത്തെ രാജ്ഭവനിലേക്ക് കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും പിന്നെ സമരം നടത്തി. ആ സമീപനത്തെ, ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ സമീപനത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? എന്നിട്ട് അവിടെ ഇപ്പോൾ ഒരു അല്പസമയം മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താ? മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ഗവൺമെന്റിനെ ആക്ഷേപിച്ചു, മുഖ്യമന്ത്രിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചു, കണ്ണൂരിനെ കുറിച്ച് മോശം പറഞ്ഞു. കണ്ണൂർ ഈസ് എ ബ്ലഡി പ്ലേസ് നോ, അങ്ങനെ എന്തോ ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നിങ്ങൾ നോക്ക്, ആരാ അദ്ദേഹം? ഉത്തർപ്രദേശിലെ RSSന്റെ BJPയുടെ ഒരു മൂന്നാംകിട തരികിട നേതാവല്ലല്ലോ. ഇപ്പൊ അദ്ദേഹം ഇരിക്കുന്ന കസേര ഗവർണറുടേതല്ലേ. ആ ഗവർണർ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനത്തെ ഗവൺമെന്റിനെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്? മൈ ഗവൺമെന്റ് എന്നല്ലേ. അങ്ങനെ മൈ ഗവൺമെന്റ്, എന്റെ സർക്കാർ എന്ന് കാണേണ്ട ഗവർണർ, എന്നിട്ട് ആ ഗവൺമെന്റിന് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വരുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂട്ടായ നേതൃത്വം നൽകാൻ തയ്യാറാകേണ്ട ഗവർണർ ഒരു രാഷ്ട്രീയ പ്രസംഗമല്ലേ ഇന്ന് നടത്തിയത്? ഇതിനെ ഗവർണർ എന്ന് വിളിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരാൾക്കെതിരെ സമരം ചെയ്യേണ്ടത് നമുക്ക്? നിങ്ങളെ പാർട്ടിയെ വഞ്ചിച്ചയാളാണ്. രാജീവ് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന, ഇന്ദിരാഗാന്ധിയുടെ കൂടെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങളുടെ പാർട്ടിയെ വഞ്ചിച്ചയാളാ. 7 or 8 പാർട്ടി മാറിയിട്ടാണ് ഇപ്പൊ BJPയിൽ എത്തിയത്. ആ ആരിഫ് മുഹമ്മദ് ഖാനെ വേണ്ടിയിട്ട് ന്യായീകരിക്കാൻ അയാൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്യില്ല. ശ്രീകുമാർ മാത്രമല്ല പറയുന്നത്, VD സതീശനും രമേശ് ചെന്നിത്തലയും ഇന്നലെ നടത്തിയ പ്രസ്താവന എന്താ? ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഞങ്ങൾ സമരം ചെയ്യില്ല, കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ സമരം ചെയ്യില്ല. പക്ഷേ മിനിഞ്ഞാന്ന് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഒരു ചാനലിലെ അഭിമുഖത്തിൽ പറഞ്ഞത് എന്താ? ഞങ്ങൾ തയ്യാറാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ യോജിച്ച് പോരാടാൻ. ശ്രീകുമാർ, PK കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ പോലും VD സതീശനോ K സുധാകരനോ മനസ്സിലാകുന്നില്ല. താങ്കൾക്കെങ്കിലും അത് മനസ്സിലാകേണ്ടതാണ്. താങ്കൾ അത് അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പക്ഷെ താങ്കൾ ആ കണ്ണട ഒന്ന് മാറ്റി നോക്കണം. അതാണ് ഡോക്ടർ VPP പറയുന്നത്. അല്ല, എനിക്ക് ഈ കണ്ണനെ കൂടെ നോക്കുന്നത് തന്നെ ഇഷ്ടം. കാരണം ശ്രീ VPP മുസ്തഫ വളരെ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഞാനെന്താ അതിൽ ഈ കണ്ണ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു യൂത്ത് ലീഗും MSF ഒന്നും മലപ്പുറത്തൊന്നും ഒന്നും നടത്തി കണ്ടില്ല എന്ന് പറഞ്ഞു. വെയിലത്ത് കുട്ടികളെ വിടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു DO ഇറക്കിയ ഉത്തരവിനെതിരെ സമരം ചെയ്തത് യൂത്ത് ലീഗുകാരും MSFകാരുമാണ് സ്കൂളിൽ ഈ നവകേരള യാത്രയുടെ ഭാഗമായിട്ട്. അത് ആ ഒരു ചെറിയ ഉദാഹരണം മാത്രം. അത് ഗവൺമെന്റ് തന്നെ ഇടപെട്ടു. അത് കാര്യമായ ഒരു കാര്യമാണ്. അത് ലീഗ് മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല, കുട്ടികളുടെ കാര്യത്തിൽ എല്ലാവരും ഇടപെട്ടു. ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ പിന്നെ ലാലിനത് ഓർമ്മ വന്നിട്ടുണ്ടാവും. നല്ല കാര്യം. പിന്നെ മറ്റൊരു കാര്യം, ഈ യുവമോർച്ചക്കാരെന്താ സമരം ചെയ്യാത്ത ചോദിച്ചില്ലല്ലോ മുസ്തഫ. കാരണം എന്താണെന്നറിയാവോ? BJP മുന്നണിയുടെ ഒരു മന്ത്രിയുണ്ട് മന്ത്രിസഭയില്, ദേവഗൌഡ. BJPയെ പിന്തുണയ്ക്കുന്ന ആ ദേവഗൌഡയുടെ പാർട്ടിയുടെ ഒരു മന്ത്രി K കൃഷ്ണൻകുട്ടി ഇന്ന് മന്ത്രിസഭയിലുണ്ട്. അതാണ് യുവമോർച്ച സമരം ചെയ്യാത്തത്. ഇല്ല, അതൊരു ഫാക്ച്വൽ തെറ്റുണ്ട്. ഇപ്പോ ദേവഗൌഡയുടെ പാർട്ടിയിലല്ല കൃഷ്ണൻകുട്ടി. ഇപ്പോ നാണുവാണ് പ്രസിഡന്റ് അവരുടെ പാർട്ടിയുടെ. അല്ലല്ല, എന്താണ് ലാലി പറഞ്ഞത്? ദേവഗൌഡയുടെ പാർട്ടി, ആ പാർട്ടി BJPയെ അനുകൂലിച്ചപ്പോൾ എതിർത്ത CK നാണുവിനെ അവർ പുറത്താക്കി. ആ CK നാണുവിനെ അല്ല LDF നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഒരു LDF NDA മന്ത്രിയാണ് മന്ത്രിമാരാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് എത്താൻ പോകുന്നത് ചോക്ലേറ്റ് ഹൗസില്. ഞാൻ പറയട്ടെ ലാല്, ഇതൊക്കെ എന്തിനാ? CK നാണു ഇടതുപക്ഷ മുന്നണി ഏറ്റവും വലിയ നേതാവ്, അദ്ദേഹം തിരുത്തണമല്ലോ. അതുകൊണ്ട് മാത്രം. കാരണം CK നാണുവും CM ഇബ്രാഹിമും കൂടുന്ന ടീം ദേവഗൌഡയെയും പുറത്താക്കി. എന്നിട്ട് ഇവര് ജനതാദൾ എസിന്റെ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുകയാണ്. ശ്രീ N ശ്രീകുമാർ, അത് താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. ആ സാങ്കേതിക അല്ല മുസ്തഫ അങ്ങനല്ലേ പറയുള്ളൂ. ഞാൻ പറയുന്നത് BJP അനുകൂലിക്കുന്ന ദേവഗൌഡയുടെ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇന്ന് മന്ത്രിസഭയിലുള്ളത്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. നാണുവിനെ ഇപ്പൊ CPM-ന് വേണ്ടാണ്ടായി. CK നാണു എത്രയോ പ്രായമുള്ള, എത്രയോ വന്യനായ നേതാവ്. അദ്ദേഹം ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി കുറെ ശബ്ദിച്ച ഒരാളാണ്, നമ്മുടെ മന്ത്രിയായിരുന്ന ആളാണ്. അതോടെ നിൽക്കട്ടെ. പിന്നെ വേറൊരു കാര്യം, നമ്മളുടെ ഈ ഭിന്നശേഷിക്കാരനെ പോലീസ് മർദ്ദിച്ചതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്.
പോലീസ് തൂക്കിയെടുത്തു കൊണ്ടുപോയ ആ യുവ നേതാവിനെ പിന്നിൽ നിന്ന് വന്ന് കാലുകൊണ്ട് ആക്രമിച്ച ഡിവൈഎഫ്ഐക്കാരനോ അതോ ആ ഡ്രസ് ഇട്ട പിണറായി വിജയന്റെ ആ സ്ക്വാഡിൽ നടക്കുന്ന വെളുത്ത ബനിയനിട്ട ആള് ഡിവൈഎഫ്ഐ ആണെന്നാണ് നമ്മുടെ ചാനലുകളിലും അതുപോലെ തന്നെ പ്രതിപക്ഷവും പറയുന്നത്. അതാണ് പറഞ്ഞത്. പോലീസ് മർദ്ദിച്ചതല്ല. ബിജുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. SFIയുടെ നേതാവ് ബിജുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. സമരം ചെയ്ത നേതാവാണ്. അതുപോലെ സമരം ചെയ്ത നേതാവാണ് ഇപ്പോഴത്തെ അജിമോൻ എന്ന് പറയുന്ന ഈ ഭിന്നശേഷിക്കാരന്റെ യുവാവ്. അയാളെ പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ആ സ്ക്വാഡിന്റെ കൂടെ നടക്കുന്ന ആളോ മർദ്ദിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. പോലീസ് മർദ്ദനം ഏൽക്കും. അത് ഏൽക്കാൻ വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് സമരത്തിന് പോകുന്നത്. അതിനവർ ആരോഗ്യം നോക്കാറില്ല. അത് ഞാൻ ഈ കണ്ണട കൊണ്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യമുണ്ട്. ജനങ്ങൾക്കെല്ലാം മനസ്സിലായി. അതാ ഞാൻ പറഞ്ഞത്. യുവജന വിദ്യാർത്ഥി വിഭാഗത്തിന്റെ രോഷമാണ് പോളിടെക്നിക്കുകളിലും കോളേജുകളിലും കണ്ടത്. ശ്രീ സജീവൻ പറഞ്ഞല്ലോ 3 സീറ്റ് സർവേയിൽ കണ്ടെന്ന്. ആ 3 സീറ്റ് സർവേയിൽ കണ്ട കാര്യം ആശ്വസിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. ആ കാരണം പറയാനായി ആ സർവേയിൽ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഗവൺമെന്റിനെതിരാണ്. അതാണ് മുഖ്യമന്ത്രി ഇപ്പൊ ക്ഷുഭിതനായിട്ടുള്ളത്. മുഖ്യമന്ത്രി അസ്വസ്ഥനാണ്. മംഗളത്തിന്റെ ഫോട്ടോഗ്രാഫറെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ ഒരു ഗൺമാൻ കഴുത്തിൽ പിടിച്ച് തള്ളിയിട്ടു. അതും രക്ഷാപ്രവർത്തനമായി കാണുകയാണ്. ഗൺമാൻ എന്ന് ഗൺമാന്റെ കാര്യത്തിൽ എന്താണ് കെ സുധാകരൻ മുൻപ് പറഞ്ഞത് എന്ന് ഇപ്പോൾ സാന്ദർഭികമായി ഡോക്ടർ VPP മുസ്തഫ പറഞ്ഞല്ലോ. അത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ ഗൺമാൻ എന്താണ് പിന്നെ ചെയ്യേണ്ടത്? ഇതിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമല്ലല്ലോ ഗൺമാൻ ഉള്ളത്, മറ്റ് VIP-കളും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇന്ത്യ മഹാരാജ്യത്തുണ്ടല്ലോ. ഗൺമാന്മാരുടെ റോൾ എന്താണ്? അവർ തള്ളിമാറ്റുകയോ അവർ ഒന്ന് പിടിച്ചു മാറ്റുകയോ 2 അടി കൊടുക്കുകയോ അല്ല ചെയ്യുന്നത്. അത് വളരെ മിനിമം കാര്യങ്ങളാണ്. അവർ എന്താണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ ഗൺമാൻ ഇടപെടുന്നത് എങ്ങനെയായിരിക്കും? അവർ പെരുമാറാൻ പാടില്ലാത്ത രീതിയിൽ ആ സ്റ്റേജിലേക്കോ പ്രധാനമന്ത്രിയുടെ അടുത്തേക്കോ ഒരാൾ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? തള്ളിമാറ്റുകയാണോ ചെയ്യുക? വെടിവെക്കില്ലേ? ഗൺമാനല്ലേ? ഗൺ ഉപയോഗിക്കില്ലേ? കെ സുധാകരൻ പറഞ്ഞതല്ലേ നടക്കുക? അല്ല, ഈ നാൽപ്പാടി വാസുവിന്റെ കഥ ഇന്ന് വേറെ 1-2 ചാനലിൽ ഞാൻ കണ്ടു. അത് ഇന്നത്തെ ക്യാപ്സ്യൂളാണ്. അതോടെ നിൽക്കട്ടെ. ശ്രീ ലാലേ, ഗൺമാൻ മറുപടി വേണ്ടേ? ഒപ്പം നിൽക്കണം. VIP-യുടെ ഒപ്പം നിൽക്കണം ഗൺമാൻ. പിണറായി വിജയന്റെ കാറിലാണ് ഉണ്ടാവേണ്ടത്, അല്ലെ ഇപ്പോഴത്തെ ചോക്ലേറ്റ് ബസ്സിലാണ് ഉണ്ടാവേണ്ടത്. അതിന് പകരം അദ്ദേഹം വേറൊരു കാറിൽ വന്നിട്ട് പോലീസുകാർ മാറ്റി നിർത്തിയ ആളെ തല്ലാൻ ഇറങ്ങിയതാ പ്രശ്നം. ലാല കണ്ണട ഇല്ലെങ്കിൽ ലാല് കണ്ണട വെക്കാതെ തന്നെ വേറൊരു TV കൂടെ കാണൂ. അതായത് ഗൺമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഒപ്പം നിൽക്കേണ്ട ഒരാളാണ്. അങ്ങനെ വേറൊരു കാറിൽ വന്നിട്ട് പോലീസുകാർ മാറ്റി നിർത്തിയ പദപ്രയോഗത്തിൽ കിടന്ന് പിടിക്കണ്ട. ഗൺമാൻ എന്ന് പറയുന്നത് എസ്കോർട്ട് ടീമിനെ മൊത്തം ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ എസ്കോർട്ടായി ആ ബസ്സിനകത്ത് പോകുന്ന ആളുകൾക്ക് ബസ്സിന്റെ പുറത്ത് എന്തെങ്കിലും നടക്കുമ്പോൾ ഇടപെടാനായി ആ ബസ്സിനകത്ത് സഞ്ചരിച്ചാൽ സാധിക്കില്ലല്ലോ. അവർ പുറത്ത് മറ്റൊരു കാറിലൂടെ അതിൻ്റെ സൈഡിൽ കൂടെ പോകും. അങ്ങനെ സൈഡിൽ കൂടെ പോകുമ്പോൾ ചാടി വീഴുന്ന കരിങ്കൊടിയുമായി ബസ്സിന് മുന്നിലേക്ക് ചാടി വീഴുന്ന ആളുകളുടെ അവസ്ഥ എന്താകും? ആ ബസ് അവിടെ നിർത്തിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവർ പിടിച്ച് മാറ്റിയില്ലെങ്കിൽ, അത് ഇനി ആവർത്തിക്കുകയാണെങ്കിൽ 2 അടി കൊടുത്തെങ്കിലും നോക്കണ്ടേ? വെടിവെക്കുന്നതല്ലേ അപരാധം? ലാല, കേരളത്തിന്റെ യുവജന സമര ചരിത്രം മറന്നുകൊണ്ട് സംസാരിക്കില്ല കേട്ടോ. കൈരളി ചാനലാ. ഭരണം നാളെ പോവും. 2 വർഷം കഴിഞ്ഞാൽ VPP മുസ്തഫയ്ക്ക് രംഗത്തിറങ്ങി സമരം ചെയ്യേണ്ട അവസ്ഥ. താങ്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന കുട്ടികൾ ഇത് വണ്ടിക്ക് അടിയിലേക്ക് പെട്ടുപോയാൽ അവർക്കുണ്ടാകുന്ന ജീവഹാനിയെ ഒഴിവാക്കണ്ടേ? എന്താണ് ചെയ്യുക ആ ഗൺമാൻ? അദ്ദേഹത്തിന്റെ ജോലി നിർവഹിക്കണ്ടേ? അങ്ങ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനായി എന്താണ് അദ്ദേഹം ചെയ്യുക? അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സമരം നടത്തുകയാണ്. ഗൺമാന്മാരുടെ വീട്ടിലേക്ക് സമരം നടത്തുക, മാർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ നാളെ പ്രധാനമന്ത്രിയുടെയും ഗവർണർമാരുടെയും ഒക്കെ വീട്ടിലേക്ക് കോൺഗ്രസ് ഈ രീതിയിൽ സമരം നടത്തുമോ? അല്ല, ആദ്യം ലാല് ഗൺമാൻ എന്താണെന്നുള്ള ആദ്യം പഠിക്കുക. അല്ലാണ്ട് ഞാൻ എന്താ പറയുക? ഒരു ഗൺമാൻ എന്ന് വെച്ചാൽ VIP-യുടെ ഒപ്പം നടക്കേണ്ട ഒരാളാണ്. അദ്ദേഹം സംരക്ഷകനാണ്. അംഗരക്ഷ എന്നാണ്, ബോഡി ഗാർഡ് എന്നൊക്കെ നമ്മൾ പറയും. ഗൺമാൻ നമ്മൾ സ്ഥിരം പറയുന്ന പേരാണ്. ബോഡി ഗാർഡ് ബോഡിയുടെ ഒപ്പം നടക്കേണ്ടത്, അല്ലാണ്ട് വേറൊരു കാറിൽ കയറിയിട്ടല്ല പോകേണ്ടത്. നടക്കാനാണെങ്കിൽ രാവിലെ മോർണിംഗ് വാക്കും വൈകുന്നേരം ഈവനിങ് വാക്കും ഒക്കെ നടന്നാൽ പോരെ? നടന്നിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? ആക്രമിക്കാൻ വരുമ്പോൾ തൊടാൻ പാടില്ല, അങ്ങനെയാണോ? എന്തിനാണ് ഗൺ അദ്ദേഹത്തിന്റെ കയ്യിൽ ഗൺ കൊടുക്കുന്നത്? ഗൺമാൻ എന്നൊരു പദം എങ്ങനെയാണ് വരുന്നത്? അല്ല, ഞാൻ എല്ലാ കാര്യത്തിനും സജീവൻ എനിക്ക് എതിരാവില്ല. ഇതിലെങ്കിലും സജീവൻ എനിക്ക് അനുകൂലമാണെന്ന് കരുതുന്നു. അദ്ദേഹം പോട്ടെ, അങ്ങ് മുഖ്യമന്ത്രിയുടെ കൂടെയൊക്കെ സഞ്ചരിച്ച ഒരു ആള് തന്നെയാണല്ലോ. എനിക്കത് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആളുകൾ അറിയട്ടെ. എന്റെ ചോദ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങ് പറയൂ.
എന്റെ ലാലെ, വേറൊരു കാറിൽ വന്നിട്ട് യാത്രക്കാരെ വഴിയെ പോകുന്നവരെയും സമരക്കാരെയും തല്ലുന്ന ആളല്ല ഗൺമാൻ. ഇന്നിപ്പോ ആ ഗൺമാന്റെ വീടിന് സംരക്ഷണം കൊടുക്കേണ്ട അവസ്ഥ കേരള ഗവൺമെന്റിന് വന്നില്ലേ? ഒരു മംഗളത്തിന്റെ ഇടുക്കിയിലത്തെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ അയാളുടെ കഴുത്തിന് പിടിച്ച് തള്ളുക, എന്നിട്ട് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുക. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ജനം കാണുന്നുണ്ട്. ജനം കാണുന്നതിന്റെ ഗുണമാണ് ഈ 6 സീറ്റ് കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ പോയത്. അത് ഞങ്ങൾ വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. അത് മുസ്തഫയും കാണും, ലാല് കാണുണ്ടാവില്ല. 6 സീറ്റ് LDFന്റെ കയ്യിൽ നിന്ന് പോയി. നിസ്സാര കാര്യമൊന്നും അല്ലത്. ജനങ്ങളുടെ മനസ്സാണ് കാണുന്നത്. 10 വോട്ടിന് ജയിച്ചാലും 10 വോട്ടിന് തോറ്റാലും ജയവും തോൽവിയും വ്യത്യാസമില്ല. അവിടെ ശ്രീ എ സജീവൻ ചൂണ്ടിക്കാട്ടിയ ഒരു മാധ്യമത്തിന്റെ, അങ്ങേക്ക് വളരെ വിശ്വാസ്യതയുള്ള ഒരു മാധ്യമത്തിന്റെ സർവേയിൽ പറയുന്ന കണക്ക് കൂടി അങ്ങ് എടുക്കുന്നുണ്ടോ? 2024 എന്താണ് സംഭവിക്കുക എന്ന് അവർ പറയുന്നുണ്ട്. ഈ പ്രാദേശിക വാർഡുകളൊക്കെ കിട്ടിയത് വെച്ചിട്ട് തന്നെയാണ് അവർ സർവേയിലേക്ക് പോയത്. എന്നിട്ടും അവർ പറയുന്നത് എന്താണെന്ന് കണ്ടോ? അല്ല, ഞാൻ ഈ സർവേ എന്നൊക്കെ പറഞ്ഞ സൂചനയാണെന്നേ. പൊതു സൂചന എന്താ? ഗവൺമെന്റിനെതിരാണ്. അത് എത്ര സീറ്റ് കിട്ടുന്നതെന്ന് നമ്മളല്ല നിശ്ചയിക്കുക, സർവേക്കാരുമല്ല തീരുമാനിക്കുക. അത് ജനങ്ങൾ തീരുമാനിക്കും. ചിലപ്പോൾ അത് LDFനെതിരാവും, ചിലപ്പോൾ UDFനെതിരാവും. പക്ഷെ ഇപ്പോഴത്തെ സൂചന എന്താണ്? ഈ പദയാത്ര, ഈ നവകേരള സദസ്സിന് എതിരാണ് ജനങ്ങളെ. അതാണ് മുഖ്യമന്ത്രിയുടെ പ്രകോപനത്തിന് കാരണം. മുഖ്യമന്ത്രി എന്നും അരിശം കൊള്ളുക. പത്രക്കാരോട് അരിശം കൊണ്ടിട്ട് എന്താ കാര്യം? ജനങ്ങളെതിരായി പോയി. സോഷ്യൽ മീഡിയ എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് ഉണ്ട്. ശ്രീ സജീവൻ, താങ്കൾ ചില കാര്യങ്ങളിൽ യോജിക്കുന്നു എന്നൊരു ആത്മവിശ്വാസം ശ്രീ എൻ ശ്രീകുമാർ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം ഉത്തരം പറയാതെ അങ്ങയുടെ ആത്മവിശ്വാസത്തിൽ ഒന്ന് അഭിരമിക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി. തീർച്ചയായിട്ടും ശ്രീകുമാർ പറഞ്ഞ പോലെ പലപ്പോഴും ഗവൺമെന്റ് കാര്യത്തിൽ ഈ മുഖ്യമന്ത്രിയാണെങ്കിലോ അങ്ങനെയുള്ള VIP ആണെങ്കിൽ ആ VIP കാറിന് മുന്നിൽ ഗൺമാൻ ഉണ്ടാകും. ഇവിടെ ഈ ബസ്സിനകത്ത് ഗൺമാൻ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ആ ബസ്സിൽ കയറി നോക്കിയിട്ടില്ല. പക്ഷെ ആദ്യഘട്ടത്തിൽ ബസ് പുറപ്പെടുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന വാർത്ത അനുസരിച്ചിട്ട് ഇത്ര സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ആ ബസ്സിനകത്തുണ്ട്. അതായത് ഗൺമാൻ ഉണ്ട്. അവിടെ മാത്രമല്ല, ആ ഗൺമാൻ മാത്രമല്ല, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ വേറെ വാഹനത്തിൽ, അതിന്റെയാണ് പൈലറ്റും എസ്കോർട്ട് എന്ന് പറയുന്നത്. അവർ വെറുതെ കാറ്റുകൊള്ളാൻ പോകുന്നതല്ല. അവർ ഈ ആയുധവുമായിട്ട് ഉണ്ടാവുന്നത് പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടെങ്കിൽ ഈ വാഹനത്തിലുള്ള ഒറ്റയാളെ കൊണ്ട് മാത്രം രക്ഷിക്കാൻ പറ്റില്ല. പുറത്തുനിന്നുള്ള ആളുകൾ വേണം. അത് പ്രധാനമന്ത്രിയുടെ വാഹനത്തിലൊക്കെ നമ്മൾ കണ്ടില്ല. അവർ പലപ്പോഴും ഈ ഓടുന്ന വാഹനത്തിൽ നിന്നുകൊണ്ടൊക്കെയാണ് സഞ്ചരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും പുറത്ത് വേറെ വാഹനത്തിൽ ആളുകൾ ഉണ്ടാകും. അതും സുരക്ഷാ ഭടന്മാർ തന്നെയാണ്, അതും ഗൺമെൻ തന്നെയാണ്. അതിൽ ഒരാൾ മാത്രം വെച്ചുകൊണ്ട് ഗൺമാൻ അകത്തുണ്ടോ ഇല്ലയോ, ബസ്സിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അതായത് ആദ്യഘട്ടത്തിൽ വന്ന അതിനെക്കുറിച്ച് പണ്ട് കോൺഫറൻസ് ഹോൾ എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നല്ലോ ബസ്സിൽ. ആ സമയത്തും പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ 2 പേര് അതിനകത്ത് ഉണ്ടാകും എന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുണ്ട്, പുറത്തുമുണ്ട്. പുറത്തുള്ള ആളുടെ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ചാടി വീഴുമ്പോൾ ഈ ബസ്സിൽ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പിടിച്ചു മാറ്റുന്നത് നടക്കുന്ന കാര്യമില്ല. അതിനാണ് ബാക്കിയുള്ള ആളുകൾ. അത് തെറ്റായ കാര്യമില്ല. ഇപ്പൊ പ്രധാനമന്ത്രിക്കാണെങ്കിലും മറ്റേ ഗവർണർക്കാണെങ്കിലും ഒക്കെ ഇതേപോലെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ വേറൊക്കെ മാറ്റി വെക്കാം, പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ LDFന്റെ മുഖ്യമന്ത്രിമാരൊക്കെ മാറ്റിവെച്ചാലും ഇതേ സംരക്ഷണവും ഇതേ കാര്യങ്ങളൊക്കെ UDFന്റെ മുഖ്യമന്ത്രിമാർക്കും ഉണ്ടായിരുന്നു. യെസ്, എന്തായാലും ശ്രീ എ സജീവൻ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞത് ഞാൻ കൊടുത്ത കണ്ണട ഉപയോഗിച്ച് നോക്കിയിട്ടല്ല എന്ന് ശ്രീ എൻ ശ്രീകുമാർ മനസ്സിലാക്കും എന്ന് എനിക്ക് തോന്നുന്നു. ചർച്ചയുടെ അവസാന ഘട്ടമാണ്. 2-2.5 മിനിറ്റ്. ശ്രീ എൻ ശ്രീകുമാർ, 2-2.5 മിനിറ്റ് ഓരോരുത്തർക്കും. ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ നേരത്തെ ഡോക്ടർ മുസ്തഫ ചൂണ്ടിക്കാട്ടിയത് നേതൃത്വമില്ലാത്തൊരു കോൺഗ്രസ്, ദിശാബോധമില്ലാത്ത നേതൃത്വം, അതാണ് നിങ്ങളുടെ പ്രശ്നം എന്നാണ്. അത് അങ്ങേപ്പോലുള്ളവർ എത്ര മറുപടിയൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ല. ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ പിണറായി വിജയൻ നവകേരള സദസ്സ് തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരൊറ്റക്കെട്ടായ സർക്കാർ മുന്നോട്ട് പോകുന്നു. നമ്മുടെ മുമ്പിൽ ആ കാഴ്ചയുണ്ട്. ജനങ്ങളത് വിലയിരുത്തുന്നുണ്ട്. മുന്നണിക്കും പാർട്ടിക്കും ഒക്കെ ആ കെട്ടുറപ്പുണ്ട്. അതിപ്പുറത്ത് കാണുന്നുണ്ടോ? അതിപ്പുറത്ത് കാണുന്നതുകൊണ്ടാണല്ലോ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ജയിച്ചത്. അത് മനസ്സിലായില്ലല്ലേ? പിണറായി വിജയന്റെ പാർട്ടിയും മുന്നണിയും ഇപ്പൊ തോറ്റു മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാണല്ലോ. ഗോവിന്ദ മാഷും EP ജയരാജനും AK ബാലനും ഒക്കെ പറയുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. KK ശൈലജ പറഞ്ഞ വ്യത്യസ്ത അഭിപ്രായം നമ്മൾ കേട്ടതല്ലേ. തോമസ് ചാഴിക്കാടിനെതിരെ പറഞ്ഞതും ചാഴിക്കാടിന്റെ പാർട്ടി മിണ്ടാതിരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. ഇതൊക്കെ പിന്നെ ഇടതുമുന്നണിയല്ലേ നടക്കുന്നത്. നാട്ടിൽ MLA CC മുകുന്ദന്റെ കാര്യം CPI ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പൊ വലിയ പ്രശ്നമാണ്.
അത് നമ്മൾ കണ്ടതല്ലേ? അത് ഇടതുമുന്നണിയിലല്ലേ നടക്കുന്നത്? അവിടെ എന്താ പ്രശ്നമുള്ളത്? നിങ്ങൾ ലീഗിനെ കുറിച്ച് മാത്രമല്ലേ ഇല്ല, അപ്പോൾ പറയുന്നുള്ളൂ? പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം അങ്ങ് അങ്ങ് ഉന്നതരെ കണക്കിലെടുത്തില്ലേ? വി ഡി സതീശൻ പറഞ്ഞതുപോലെ അല്ലല്ലോ ഈ കാര്യത്തിൽ ഒത്തൊരുമിച്ച് സമരം ചെയ്യണമെന്ന കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അല്ല, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞല്ലോ സമരം ചെയ്യുമെന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടല്ലോ, യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി ശരിയല്ലാന്ന്. പിന്നെ കോൺഗ്രസിനെ പോലെ കേരളത്തിന്റെ UDF-ന്റെ ചുമതലയുള്ള പാർട്ടി നടത്തുന്ന സമരം പോലെ അവർ സമരം ചെയ്യുന്നുണ്ടാവില്ല. അത് CPI-യുടെ AIYF സമരം ചെയ്യാറില്ലല്ലോ. അതുപോലെ ആ ഒരു സംഘടനയും ചെയ്യാറില്ല. അത് മുഖ്യ കക്ഷികളുടെ സംഘടനയാണ് എപ്പോഴും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ ഗവർണർ SFIക്കാരെ വെല്ലുവിളിച്ചിട്ട് ഗവർണർ കാല് കുത്തില്ല എന്ന് പറഞ്ഞിട്ട് കാല് കുത്തിയില്ലേ ഗവർണർ? എന്തൊരു ഇല്ല, നാണക്കേടാണ് അവർ കാലുകുത്തില്ല എന്ന അവരുടെ പ്രതിഷേധ സമരം. ആ പ്രതിഷേധത്തിലൂടെ SFI എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് പോലും സമരം നടത്തേണ്ടതല്ലേ? ഗവർണർക്കെതിരെ നിങ്ങളുടെ നയം എന്താണ്? അപ്പോൾ ഈ പറയുന്ന സെനറ്റിലേക്ക് BJP-ക്കാരെ കുത്തി നിറയ്ക്കുന്നതിൽ നിങ്ങൾ കൈയടിച്ച് വിടുകയാണോ അവിടെ? അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ അതിനെ അനുവദിക്കുകയാണോ? അല്ല, യൂത്ത് കോൺഗ്രസിന്റെ സമരം ഗവർണർക്കെതിരാണ്, മുഖ്യമന്ത്രിക്കെതിരാണ്. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയും ഗവൺമാനും കൂടെ ചേർന്നിട്ട് നമ്മളുടെ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി ഒതുക്കുന്നതിനെതിരാണ് ഇപ്പോഴത്തെ സമരം. അല്ലാതെ വേറെ മറ്റുള്ള സമരം അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇപ്പൊ ജീവൽ പ്രശ്നമാണ്. ഒരാൾക്ക് സമരം ചെയ്യാൻ പറ്റില്ല. കരിങ്കുടി കണ്ടാൽ ഭയക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരളം കാണുകയല്ലേ? നവകേരള മുഖ്യമന്ത്രിക്ക് കരിങ്കുടിയെ ഭയമാണെന്നുള്ളതാണല്ലോ ചരിത്രം രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഗവൺമാനെ പോലുള്ളവർ ഇറങ്ങി വന്നിട്ട് തല്ലുക, കരിങ്കുടി കാണിക്കുന്നവരെ. ഉമ്മൻചാണ്ടിയുടെ ഏത് ഗവൺമാൻ ഇറങ്ങിയിട്ട് വന്നിട്ടാണ് കരിങ്കുടിക്കാരെ തല്ലിയത്? ശരി, പക്ഷെ ഒറ്റക്കെട്ടായി നിങ്ങൾക്കൊരു വിചാരണ സദസ്സ് ഈ നവകേരള സദസ്സിന് ബദലായി നടത്താൻ സാധിച്ചിട്ടില്ല. വളരെ പെട്ടെന്ന് വിചാരണ അതിന്റെ ലാലെ എല്ലാ വീഡിയോകളിലും കയറി പറയുകയാണ്. ഭയങ്കര സ്വീകരണമാണ് അവിടെ UDF-ന് ലഭിക്കുന്നത്. അതിന്റെ ഗുണമാണ് ഈ തദ്ദേശ വാർഡുകളിൽ കണ്ടതെന്ന് ഞാൻ എത്രയോ വട്ടം പറഞ്ഞു. ശരി, ഡോക്ടർ VP മുസ്തഫ, തദ്ദേശ വാർഡുകളുണ്ട്, തൃക്കാക്കരയുണ്ട്, പുതുപ്പള്ളിയുണ്ട്, അത്രയും മതി. രാജ്യത്താകെ കോൺഗ്രസ് തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. അധികാരത്തിൽ ഉണ്ടായിരുന്ന 2 സംസ്ഥാനങ്ങളില്ല, രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും നിലം തൊടാതെ തോറ്റുപോയിരിക്കുന്നത് കോൺഗ്രസ്. ആ കോൺഗ്രസ് തോറ്റതിൽ ഞാൻ വല്ലാതെ ആഹ്ലാദിക്കുന്നൊന്നുമില്ല എന്നുള്ളതും കൂടി ഞാൻ പറയട്ടെ. കാരണം പകരം അവിടെ BJP ആണ് വന്നത്. പക്ഷേ രാജ്യത്ത് കോൺഗ്രസ് തോറ്റുകൊണ്ടിരിക്കുകയാണ്. ആ കോൺഗ്രസിനെ കുറിച്ചിട്ട് ഓർമ്മിക്കാതെയാണ് ഇദ്ദേഹം ഈ പറയുന്നത്. തൃക്കാക്കരയും പിന്നെ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി മണ്ഡലവും നിങ്ങൾ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡല. നിങ്ങൾ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ തൽക്കാലം നിങ്ങളുടെ ജയം ആവർത്തിച്ചു എന്നുള്ളതല്ലാതെ എന്നാൽ രാജ്യത്താകെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? അങ്ങനെ തോറ്റുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ കാര്യങ്ങൾ പറയാതെ ഇങ്ങനെ അന്യന്റെ കണ്ണിലെ കരട് നോക്കിയിട്ട് ഈ സ്വന്തം കണ്ണിലെ ഈ വലിയ കോല് കാണാതിരിക്കുന്ന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീകുമാറിന്റെ കണ്ണടയുടെ പ്രശ്നമാണ് എന്നുള്ളത്. ദൗർഭാഗ്യകരമാണ്. ഇന്ന് നോക്കൂ, ഈ ഗവർണറുടെ നിലപാടിനെതിരെ നിലപാട് സ്വീകരിക്കാൻ എന്തെങ്കിലും ഒന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഗവർണർ നടത്തിയ രാഷ്ട്രീയ പ്രസംഗം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. എന്ന് അദ്ദേഹം ഒരു അക്ഷരം പറഞ്ഞോ, എന്നിട്ട് പറയാണ് നിങ്ങൾ സമരം ചെയ്യല്ലേന്ന്. ശ്രീകുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനല്ലേ? 57-ൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ അധികാരം കിട്ടിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി EMS പറഞ്ഞത് എന്താ? ഞങ്ങൾ സമരം പിന്നെ പെട്ടിയിൽ വെക്കുകയാണെന്നല്ലോ, ഭരണവും സമരവും എന്നാണ്. ഞാൻ CPM-ന്റെ പ്രവർത്തകനാ. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് ലാലെ ഞങ്ങളുടെ ജില്ലയിലെ ഹരിതകർമ്മസേന പ്രവർത്തകരെയും കൂട്ടി CITU-വിന്റെ നേതൃത്വത്തിൽ സമരം നടത്തി. ഭരണം കിട്ടിയാൽ സമരം മാറ്റിവെക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യം. അത് നിങ്ങൾക്കാ ഭരണവിലാസം പാർട്ടി. അങ്ങനെയാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് തന്നെ ഉപ്പുവെച്ച കലം പോലെ ആയിപ്പോയത്. നിങ്ങളല്ലേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ഉണ്ടായിരുന്നത്? നിങ്ങളല്ലേ കേരളത്തിൽ വലിയ ശക്തി ഉണ്ടായിരുന്നത്? എന്തേ ഇങ്ങനെ എത്തിയത്? നിങ്ങൾ ഭരണവിലാസം പാർട്ടിയാവുകയും ഈ അധികാരം കിട്ടുന്നത് മാത്രം കാര്യമായി കാണുകയും ചെയ്തു. ഞങ്ങളങ്ങനെയല്ല, ഭരണത്തെയും ഒരു സമരായുധമായി കാണുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഭരണവും സമരവും തന്നെയാണ് ഞങ്ങളുടെ രീതി. അതില് ഇന്ന് രാജ്യത്ത് നേരിടുന്ന വലിയ ഭീഷണിയാണ് RSSന്റെ ഈ അമിതാധികാര പ്രയോഗം, കാവ്യവൽക്കരണം. ഒരക്ഷരം മിണ്ടാൻ തയ്യാറാകണ്ടേ? ശരി, സജീവൻ, അപ്പോ ഈ കാര്യത്തിൽ നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് അടുക്കുമ്പോൾ കുറച്ചുകൂടി ക്ഷമ കൈവിട്ടു പോവുകയാണ് യൂത്ത് കോൺഗ്രസിന് എന്ന് ഇനി കാണേണ്ടി വരുമോ? കുറച്ചുകൂടെ ശ്രദ്ധിക്കണം പിണറായി വിജയൻ്റെ പോലീസും സംസ്ഥാന സർക്കാരും ഒക്കെ. കാരണം അവർ ഏത് രീതിയിലേക്ക് പോകും ഈ ക്ഷമ നശിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങളാണല്ലോ നമ്മളിപ്പോൾ ഇന്ന് തലസ്ഥാനത്ത് കണ്ടത്, ഇനിയും കാണാനിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാലോ. അക്കാര്യത്തിൽ കോൺഗ്രസിന് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന്റെ ഉപദേശം എന്താകും? യൂത്ത് കോൺഗ്രസ്സുകാരോടും കോൺഗ്രസ്സുകാരോടും എനിക്ക് അതിൽ ഉപദേശമുണ്ട്. കാരണം
അവർ ചെയ്യേണ്ടത് അവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കണം. ഇന്നിപ്പോ ഈ സന്ദീപിന്റെ വീട്ടിലേക്കൊക്കെ നടത്തിയിട്ടുള്ള മാർച്ച്, അത് സത്യത്തില് ഈ എല്ലാ പോലീസുകാരും അവരെ ഏൽപ്പിക്കപ്പെട്ട ചുമതല നിർവഹിക്കാൻ തന്നെയാണ് അവർ ഉള്ളത്. അത് കോൺഗ്രസ്സുകാർ സമരം ചെയ്താലും CPM-കാർ സമരം ചെയ്താലും ഈ മുസ്ലിം ലീഗുകാർ സമരം ചെയ്താലും BJP-ക്കാർ സമരം ചെയ്താലും അവരുടെ പണി ഇത്തരത്തിൽ പ്രശ്നം വരുമ്പോൾ VVIPയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ലാത്തിയുമായിട്ടോ ആയുധവുമായിട്ട് രംഗത്തിറങ്ങുക തന്നെയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇതുവരെ ഒരു പോലീസ് ഓഫീസറുടെയും പോലീസുകാരന്റെയും വീട്ടിലേക്ക് ആരും മാർച്ച് നടത്താറില്ല. അത്തരം കാര്യങ്ങൾ നടത്തുന്നതുകൊണ്ടല്ല കാര്യം. അതിന് പകരമായിട്ട് അവർ ചെയ്യേണ്ട ഈ പറയുന്ന നവകേരള സദസ്സിനെ തുറന്നു കാണിക്കാൻ അവർക്ക് എന്തെല്ലാം ആയുധങ്ങളുണ്ടോ അതൊക്കെ അവർക്ക് ഉപയോഗിക്കാം. അതാണ് ലീഗ്, ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ലീഗിന്റെ ഉന്നതാധികാര സമിതി യോഗത്തിൽ അവർ വിലയിരുത്തിയത് ഇങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. വിചാരണ സദസ്സ് ശക്തമാക്കിയിട്ട് അതൊരു വലിയ സംഭവമാക്കേണ്ടിയിരുന്നു. കാരണം ഇത് നവകേരള സദസ്സ് പകുതി എത്തുമ്പോഴേക്കും വിചാരണ സദസ്സ് തുടങ്ങിയല്ലോ. ആ വിചാരണ സദസ്സ് തുടങ്ങുന്നത് അതൊരു വലിയ എന്താണ് ഇളക്കി മറിക്കുന്ന രൂപത്തിലാക്കിയിരുന്നുവെങ്കിൽ വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റുമായിരുന്നു. അതിനുള്ള മുന്നണിയുണ്ടല്ലോ അവരുടെ കയ്യിൽ, അതിനുള്ള അത്രയും പാർട്ടികളുണ്ടല്ലോ, ഇത്രയും നേതാക്കന്മാരുണ്ടല്ലോ. ഇതൊക്കെ വെച്ചുകൊണ്ട് സാധാരണ ഒരു ബസ് എന്താണ് ഇതേപോലെ ഇപ്പൊ ശ്രീകുമാർ പറഞ്ഞ പോലെ ചോക്ലേറ്റ് ബസ് ഒന്നും വേണ്ട, സാധാ സിറ്റി ബസ്സിൽ കയറിയിട്ട് അതല്ലെങ്കിൽ നടന്നിട്ടാണെങ്കിൽ പോലും ഇത്തരത്തിൽ വലിയൊരു കോളിളക്കം ഉണ്ടാക്കുന്ന വിചാരണ സദസ്സ് അവർ നടത്തിയിരുന്നുവെങ്കിൽ നേട്ടമുണ്ടാകുമായിരുന്നു. അതിന് പകരം ഇത്തരത്തിൽ സംഭവങ്ങൾ കൊണ്ടൊന്നും രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെയൊക്കെ ഫലമായിട്ട് നേരത്തെ ശ്രീകുമാർ പറഞ്ഞില്ലേ, ഇതൊക്കെ സർവേകളൊക്കെ ഒരു സൂചന മാത്രമാണ്. ആ സൂചനയെ കുറിച്ച് ഞാൻ പറയുന്നത്, മനോരമ ന്യൂസ് നടത്തിയുള്ള സർവേയിൽ കുറഞ്ഞതാണ് 3, കൂടിയത് 10-12 മറ്റാണ് LDF-ന് കിട്ടുകയാണെങ്കിൽ. ബാക്കിയുള്ള ഈ പ്രശ്നബാധിതമായ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാൻ സാധ്യതയുള്ള സീറ്റുകളൊക്കെ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അത്രയും കിട്ടുന്ന പറയുന്നതിന് അർത്ഥം വളരെ സാധ്യത കൂടുതലാണ്. എന്തായാലും സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നവകേരള സദസ്സ് അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ വിജയിപ്പിച്ചത് ജനങ്ങൾ തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇവിടെ നിരീക്ഷകർ UDF ആണ് അത് വിജയിപ്പിച്ചത് എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അത് UDF-ന് ഭൂഷണമാണോ എന്ന് അവർ ചിന്തിക്കേണ്ടതാണ്. തലസ്ഥാനത്തേക്ക് നവകേരള സദസ്സ് എത്തുന്നതുവരെ ക്ഷമ കൈവിടാതെ മുന്നോട്ട് പോയാൽ അത് നാടിനാണ് നല്ലത് എന്നുകൂടി പറഞ്ഞു വെക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ VPP മുസ്തഫ, N ശ്രീകുമാർ, A സജീവൻ. ന്യൂസ് അവസാനിക്കുകയാണ്.